ഞങ്ങൾക്ക് ദുനിയാവിലും വിജയിക്കണു ആഖിറത്തിലും വിജയിക്കണു. അത് യന്ത്ര വേണു. ഇനി ഞാൻ നിങ്ങൾക്ക് ചൊന്നു തറകു പോണ്ടേ 3 സ്വഭാവ നങ്ങലയിലിക്കണു. ആ 3 സ്വഭാവ നണ്ടയിലും നിങ്ങലയിലും ഉണ്ടുണ്ടായെങ്കിൽ ഞങ്ങ ദുനിയാവിലും ഗന്തിടാ ആഖിറത്തിലും ഗന്തിടാ. ഈ മരട അപ്പറതെച്ചിട്ട് നണ്ട വാള കേട്ടോണ്ടുള്ളോ ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരട്ട ചൊല്ലട്ട. നിങ്ങം ഒന്ന് ഗമന വെച്ചിട്ട് കേൾക്കണു. ഇനി ഞാൻ ചൊല്ലുക പോണ്ട 3 സ്വഭാവ. അത് നൗഫൽ സഖാഫി കളസ ചൊന്നുതന്റെ സ്വഭാവ അല്ല. ഞങ്ങൾക്കാർക്കും സ്വന്ത ചൊന്നു തറകു അധികാരമേ ഇല്ല. അത് ഗതക്കത്തെ പഠിപ്പേ ഇല്ല. ഇമാമീങ്ങ ചൊന്നു തന്നതല്ലാണ്ട് എന്തും ചൊല്ലുക ഞങ്ങൾക്ക് അർഹതയില്ല. ഇതാറ് ചൊന്നു തന്നോട്ടുള്ളൂ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം ജന്തു സലാസു ഖിസാലിൻ മൻ കുന്ന ഫീഹി. 3 സ്വഭാവ ഒരാളുണ്ടാ. 3 സ്വഭാവ ഒരാണുലുണ്ടാ ഒരു പെണ്ണുലുണ്ടാ. ഫഹുവൽ ഫായിസു. അവന് ദുനിയാവിലും അതേ വിജയിക്കടാ ആഖിറത്തിലും വിജയിക്കടാ. ഉസ്താദേ നാനിനെ ഗെല്ലുവേ സോക്കുവേ ഇനി ആരട്ടം കേട്ടിട്ട് നടക്കണോട്ടില്ല. നിങ്ങകേ ഗൊന്താവോടു. നിങ്ങ ദുനിയാവിലും ആഖിറത്തിലും ഗെല്ലുടാറാ സോക്കിടാറാ. ഈ ചൊല്ലെ 3 സ്വഭാവ ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്ന ഈ 3 സ്വഭാവ. ഈ 3 സ്വഭാവ ഞങ്ങളയിലുണ്ടാ. ദുനിയാവിലും ഞങ്ങ ഗെല്ലിടാ ആഖിറത്തിലും ഞങ്ങ വിജയിക്കടാ. ഇണ്ട് ഞങ്ങളുടെ അനുസ്മരിച്ചോണ്ടുള്ള ഞങ്ങളെ നേതാവായിട്ടിന്ന് സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളയിൽ ആ 3 സ്വഭാവം ഇന്ത്. അതുകൊണ്ട് ദുനിയാവിലും വിജയിച്ചിട്ട് ആഖിറത്തിലും വിജയിച്ചിട്ട്. ഏതായിട്ടിക്കടെ ഈ 3 സ്വഭാവ. അതിൽ ഒന്നാമത്തത് ദാവൂദ് നബി അലൈഹിസ്സലാം ചൊല്ലു അൽ ഖസ്ദു ഫിൽ ഗിനാ വൽ ഫഖ്രി. കയ്യിൽ പൈസ ഇക്കുമ്പോലും പൈസ ഇല്ലാത്തപ്പോലും ഒരുപോലെ നടക്കുക ഞങ്ങളുകൊണ്ടാവണോ. പൈസ ഇക്കുമ്പോ എല്ലാം വലിച്ചിട്ടോളോ. പൈസ ഇല്ലാണ്ടാവുമ്പോ തലയുടെ മേലെ കൈവച്ചിട്ട് കപ്പൽ മുങ്ങിയ പോലെ ദയിക്കിടോ. അങ്ങനെ ആവോ തീറാ. അങ്ങനെ ടായങ്ങ നിങ്ങ സോക്കിടാറ്. പൈസ ഉള്ളപ്പോ എല്ലാം വലിച്ചിട്ടോണ്ടിട്ടു. പൈസ ലാസ്റ്റൊക്കെ ഇല്ലാണ്ടായ പിന്നെ നിങ്ങ ടെൻഷൻ അടിക്കിടാറ്. അപ്പൊ നിങ്ങ സോക്കിടാറ്. നിങ്ങ എപ്പോഴും വേണായതെങ്ങനെ പൈസ ഇക്കുമ്പോലും ഇല്ലാത്തപ്പോലും ഒരുപോലെ ഉള്ള ജീവന വേണു. അമിതമായ പൈസത്തെ പവർ ഞങ്ങ കാട്ടുക തീറാ. ലൈഫിലെപ്പോലും ഒരു മീഡിയം സ്റ്റൈലായിട്ടിക്കിടെ ഏറ്റവും നല്ലോ. അമിതമായ പൈസത്തെ പവർ വറകു പോണ്ടു. ഒരു പൈസ കിട്ടോ പോണ്ടു. അങ്ങനുണ്ട്. 50 ലക്ഷം രൂപ കിട്ടോ കൊണ്ട് പൈസ ಅದರ ನಿರ್ಚಿಟ್ಟು ಒಣಿಪ್ಪ ಮೆೌತ್ರ ಸ್ವರ ತೊಡಗಡು 50 ಲಕ್ಷ കിട്ടിയതേ ഇല്ല. പോ അത് പോയതേ പോയണ്ടല്ലാണ്ട് അത് വന്നതേ കണ്ടില്ല. 50 ലക്ഷ കിട്ടോ കൊണ്ടു ചെന്നിട്ടു ഇപ്പമേ പോണു 1 കോടി സ്വര തുടങ്ങി ഔത്തറോ കടകെട്ടല്ലാക്കിട്ട് നോക്കുമ്പോ 50 ലക്ഷ വന്നതേ ഇല്ല. കുടുങ്ങിയ അനാവത്തീറ 50 ലക്ഷ കിട്ടിയ പിന്നെ മെയ്യാവാൻ തല്ലേ. അത് എന്തിക്ക് 3 ലേബൽ ചിട്ടുണ്ടോ തീറ. അൽ ഖസ്ദു ഫിൽ ഗിനാ വൽ ഫഖ്രി. പൈസ ഉള്ളപ്പോലും പൈസ ഇല്ലാത്തപ്പോലും ഒരുപോലെ ജീവിച്ചിട്ട് കാട്ടണു. പൈസ ഇല്ലാത്തപ്പ എങ്ങനെ ജീവിക്കിടാറാ? പൈസ ഉള്ളപ്പോലും അതുപോലെ ജീവിച്ചിട്ട് കാട്ടണു. അങ്ങനെട്ടായെങ്കിൽ നിങ്ങൾ എന്തും ദുനിയാവിലും സോക്കില്ല. കടകെട്ടാക്കിട്ട് ലോൺ എടുത്തിട്ട് പിന്നെ കട വാപ്പാസ് തിരിച്ചു കൊടുക്കുക വേണ്ട. ആഖിറത്തിലും അതര പേരിൽ നിങ്ങൾ കുടുങ്ങില്ല. ഇനി രണ്ടാമതായിട്ട് ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്തു വൽ അദ്ലു ഫിർ റിളാ വൽ ഗളബി. നിങ്ങൾക്ക് കൊസിയുള്ള ടൈമിലായെങ്കിലും അർസബന്റെ ടൈമിലായെങ്കിലും നല്ല നീതി വേണു. നിങ്ങൾ നീതിരെ ആൽമാറാവണു. നീതി വിട്ടിട്ടു നടക്കുക തീറാ.
നല്ല കൊസിറ ടൈമാ എങ്കും സമാ, നല്ല അർസത്തെ ടൈമാ എങ്കും സമാ. നിങ്ങ നീതി വിട്ടിട്ട് കളിക്കണ്ട, എപ്പോലും നീതിയുടെ ആൽമാറാവണു. ന്യായത്ത് ഗതക്ക നടക്കിടങ്ങാവണു, ന്യായ തപ്പിട്ട് നടക്കിടങ്ങാവുക തീറാ. എല്ലാരൊട്ടും നല്ല നീതി, എല്ലാരൊട്ടും നല്ല ന്യായ. മക്കയിന്നെങ്കില ആ മക്കളട്ടെല്ലാരട്ടും പിർസ കാട്ടുമ്പോ ഒരുപോലെ കാട്ടണു. മനസ്സിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു മോണ്ടൊട്ടത്തിൽ യാറ പിർസയിക്കൂ. അതുപോലെ നന്റെ വാള് കേക്കട ഉമ്മമാരട്ട ചൊല്ലട്ട, ആണ് മക്കളെ പെഞ്ഞൈമാറ് മർമക്കമാറ് ഒന്നുറ കാട്ടി യാറ മർമക്കമാരിക്കുവാറ്. ചിലപ്പോ ഏതെങ്കിലും ഒരു മർമോൾഡൊട്ടിക മനസ്സിൽ ചെല്ല് യാറ പിർസയിക്കൂ. പക്ഷേ പിർസ കാട്ടുമ്പോ ഒരുപോലെ കാട്ടണു, പർത്ത് കാട്ടുമ്പോ എല്ലാ മർമക്കമാരട്ട ഒരുപോലെ പിർസ കാട്ടണു. ചിലപ്പോ കൽബിട ഉൽഗ ഒരു മർമോലു നല്ല ദീനുള്ള മർമോലു, നല്ല സ്വഭാവത്തെ മർമോലു, നല്ല നടവളിക്കട മർമോലു. അങ്ങനെ ആവുമ്പോ മാമികും കാക്കോകും ആ മർമോൾഡട്ടത്തിൽ യാറ പിർസയിക്കു. പക്ഷേ അത് കൽബുലിക്കൊണുണ്ടല്ലാണ്ട് അത് ബാക്കിയുള്ള മർമക്കമാരെ എതിർലു കാട്ടുക തീറാ. നീതി വേണു, എല്ലാരട്ടും ഒരുപോലോത്ത നീതി. അനീതി വേണു. ഒരാളട്ട ചിലപ്പോ യാറ പിർസയിക്കൂ. ആ പിർസ ബാക്കിന്നങ്ങളൊട്ടികം കൂടി നീതി കാട്ട രൂപത്തില് മനസ്സിൽ വെക്കണോട്ടല്ലാണ്ട് അത് പുറത്ത് പ്രകടിപ്പിക്കോ തീറ. പ്രത്യേകിച്ച് മക്കാവുമ്പോ, അതേപോലെ മർമക്കമാറാവുമ്പോ, പുള്ളിമാറാവുമ്പോ, അങ്ങനെ കൊറിയ ഉമ്മമാർക്ക് എല്ലാവർക്കും ഒരു മോന്റെ കിടാവിടത്തിൽ യാറ പിർസ. എന്തേ കാരണം? അവന്റെ ഇട്ടത്തിൽ പൊടി കാസ് യാറുണ്ടു, അവന്റെ ഇട്ടത്തിൽ പൊടി കാസ് യാറുണ്ടു. പൊടി കാസ് യാറ ഇന്നപ്പ അവന്റെ കിടാവിടട്ട യാറ പിർസ. പിന്നർത്ത് നോക്കുമ്പോ അവന്റെ അത്ര പൊടി കാസ് എന്തും ഇല്ല. അവനിങ്ങനെ നടന്ന് ജീവിച്ചോണ്ടുള്ള പാവ അവന്റെ ആളുകെ അവന്റെ കിടാവിടെ അത്ര പിർസയില്ല. അങ്ങനെ തീറുമ്മ കയ്യിൽ പൊടിക്കാസ് എന്നത് കൊണ്ടല്ലേ നിങ്ങളെ മക്ക ജനങ്ങൾ എല്ലാ മക്കളും നിങ്ങൾക്ക് ഒരുപോലെ. ആ മക്കളെ മക്ക ഉണ്ടാവുമ്പോ നിങ്ങളെ പുള്ളിമാരെല്ലാവരും ഒരുപോലെ. മനസ്സിൽ ചിലപ്പോ നിങ്ങളട്ട ഒരു പുള്ളിയിട്ട നിങ്ങൾക്ക് ആരെ പിർസയിക്കൂ. പക്ഷെ അത് പുറത്ത് കാട്ടോ തീറ, ബാക്കി പുള്ളിമാരൊട്ട കാട്ടോ തീറ. നീതി വേണു. ആ സ്വഭാവ ഉല്ലങ്ങ ദുനിയാവിലും വിജയിക്കിടാറ്, ആഖിറത്തിലും വിജയിക്കിടാറ്. ഇത് ചൊന്ന പിന്നെ മൂന്നാമതായിട്ട് ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്തു വൽ ഖശിയതു ഫിസ്സിർരി വൽ അലാനിയാ. ആരുമില്ലാത്ത ടൈമിലും ആൽമാറ നടുലിക്കുമ്പോലും നിങ്ങളെ രഹസ്യ ജീവനത്തിലും പരസ്യ ജീവനത്തിലും നിങ്ങൾ അല്ലാഹുടെ ഒരുപോലെ പേടിക്കിടങ്ങാവണോ. ആൽമാര നടുലിക്കുമ്പോ ദ്വാർക്കുമ്പോ നിങ്ങളെ കണ്ണില് തണ്ണി പണ്ടല്ലേ, നിങ്ങ ഏങ്കർത്തിട്ട് പുൽപുടാറല്ലേ. എന്തേ ആ കണ്ണിടെ തന്നി വാലര സദസ്സിൽ ദ്വാർക്കുമ്പോ നിങ്ങളെ കണ്ണില് പണ്ട് തണ്ണി. സ്വലാത്തറ മജ്ലിസിൽ ദച്ചിട്ടിക്കുമ്പോ ദ്വാർക്കുമ്പോ നിങ്ങളെ കണ്ണില് പണ്ട് തണ്ണി. ദിക്റ മജ്ലിസിൽ ദച്ചിട്ടിക്കുമ്പോ നിങ്ങളെ കണ്ണില് പണ്ട് തന്നി. എന്തേ നിങ്ങ ഒർത്തനെ ഔത്തുലു ദച്ചിട്ട് ദ്വാർക്കുമ്പോ ആരും കാണാത്ത ടൈമില് നിങ്ങ ദ്വാർക്കുമ്പോ നിങ്ങളെ കണ്ണിൽ എന്തേ തണ്ണി പറത്തോ. നാലാളുടെ നടുലിക്കുമ്പോലും നാലാളില്ലാത്തപ്പ നിങ്ങ ഓർത്തനെ ഇക്കുമ്പോലും അല്ലാഹുടെ നിങ്ങ പേടിക്കിടങ്ങായിട്ടിക്കണോ. ആ സ്വഭാവ നിങ്ങളയിലുണ്ടാ. നിങ്ങ ദുനിയാവിലും സോക്കുല്ല, ആഖിറത്തിലും സോക്കുല്ല. നിങ്ങ നോക്കറുല മഹാന്മാരെല്ലാരും അങ്ങനെ ആയിട്ടിന്നാറ്. ആ മഹാന്മാര് അല്ലാഹുടെ പേടി അങ്ങനെ കൽബുല് ദയിക്കണെങ്കില് അങ്ങനെ ചുത്തുമുത്തു നാലാൽമാര് വേണൂട്ടില്ല. അങ്ങ ഒർത്തനെ ഇക്കുമ്പോലും അങ്ങനെ കണ്ണില് തണ്ണി പണ്ട് റബ്ബിടെ നിരിച്ചിട്ട് ബഗ്ദാദിൽ ഒരു മഹാന്റെ മക്ബറ ഉണ്ടു. ആ ബഗ്ദാദിക്ക് ഞങ്ങൾക്ക് സിയാറത്തേക്ക് പോക അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ മുഖത്തും പോണു, മക്കത്തും പോണു, മദീനത്തും പോണു.
ബൈത്തുൽ മുഖദ്ദസുക്ക് പോണു, ബഗ്ദാദുക്ക് പോണു. എത്ര മഹാന്മാർ ബഗ്ദാദിൽ മറപ്പെട്ട് കിടന്നിട്ടുള്ളാറ്. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്തേ നിങ്ങാറു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചൊല്ലുന്നു? നിങ്ങളൊക്കെ ബച്ചാറണ്ടല്ലേ ഒക്കെ ഉസ്താദ്. നിങ്ങൾ ഇപ്പൊ 8:30 ഗಂಟೆ സ്റ്റേജിക്ക് പറ്റിയ ഞങ്ങൾ ഒരു നുപ്പാടെ വന്നറാണ്ട് വലിയല്ലേ. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഞാൻ 8:30 ಗಂಟೆಗೆ സ്റ്റേജിക്ക് പറ്റിയെങ്കോ നിങ്ങൾ ഇപ്പൊ 27-28 വാളൂല്ലേ. ഞാനിവിടെ വന്നപ്പം ഡേറ്റ് കേട്ടായിരുന്നു. എൻ്റെ ഇവിടെ മുട്ടത്തെ ഉറുസു ഒന്നുണ്ട ഫെബ്രുവരിയിൽ നടക്കുന്ന ഉറുസു ഡേറ്റ് കേട്ടാറ്. നക്കിപ്പോ ഇണ്ടത്തെ വാള് കഴിഞ്ഞിട്ട് 4-4:30 3-4 കേരള 28-30 കോഴിക്കോട് പാലക്കാട് കോഴിക്കോട്. അപ്പൊ അതുകൊണ്ടിട്ടു ആവേശം കുറക്കണ്ട. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അമ്മാന്റെ ഖബർ സിയാറത്താക്ക് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മരിക്കടമുന്നോലെ നമുക്ക് കുടുംബ സമയത്ത് പോയിട്ട് അമ്മാന്റെ കാൽഡടിയിൽ നിന്നിട്ട് കുത്തുബിയത്ത് ചൊല്ലുക അല്ലാഹു ഭാഗ്യ തരട്ടെ. ചൊന്നോണ്ട് വന്നു. ആ ബഗ്ദാദില് വലിയ ഒരു മഹാന്റെ മക്ബറ ഉണ്ടു. ആ മഹാന്റെ പേരെന്തേ? അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു. 2 3 4 മൂന്നോലു നന്റെ ഗുരുത്തത്തിലുള്ള ഒരാളും അയാളെ പിന്നെയും ബഗ്ദാദിക്ക് പോയാറ്. നാന് മൈക്കാലത്തെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ കണ്ടുമുട്ടിയേ. നാന് കേരളത്തെ ആലപ്പുഴം ജില്ലയില് കാക്കാഴം ചൊല്ലുടെ പക്കത്തില് വാല് കഴിഞ്ഞിട്ട് മൈക്കാലത്ത് ട്രെയിന് വന്നിട്ടിലിയുമ്പോ എന്റെ ദർസില് പഠിക്കടവർ മുത്തല്ലിമയുടെ ഉമ്മം ബാപ്പം അങ്ങ് അതാ ട്രെയിനൊക്കെ പത്തിട്ട് കോഴിക്കോട് പോണ്ട്, അങ്ങ് ബഗ്ദാദ് പോണ്ട്, ഷെയ്ഖ് ജീലാനി തങ്ങളെ സിയാറത്തുക്ക് പോണ്ട്. അവിടെ പോയിട്ട് ഈ ബാപ്പ അവിടെ മറപ്പെട്ട് കിടന്നിട്ടുള്ള ഒരു മഹാന്റെ മക്ബറത്തെ എതിർന്നു. ആ മഹാന്റെ ചരിത്രം എഴുതി വെച്ചത് ഫോട്ടോ എടുത്തിട്ട് നക്ക് വാട്സപ്പിൽ കടത്തിട്ട് തന്ന് ഞാൻ ആ മഹാന്റെ ചരിത്രം ഒന്ന് നോക്കിയ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുടെ പേടി കൽബിൽ ഉദിച്ചതുകൊണ്ടല്ലേ അങ്ങെല്ലാരും മഹാന്മാരായോ. ഞങ്ങളെ പോലെ ഒരു കണ്ണ് കെട്ട പേടിയാ. കാലി വാതു ചൊല്ലുമ്പോ കണ്ണില് തണ്ണി വന്നു പോണ്ടു. അങ്ങനല്ലേ മഹാന്മാര് ഏത് ടൈമിലും അങ്ങനെ കണ്ണില് തണ്ണി പണ്ട് റബ്ബടെ നിരിച്ചിട്ട് വെറുതെ അങ്ങ് വഫാത്തായ പിന്നും അങ്ങനെ ആൽമാര് നെനപ്പാക്കടത് വെറുതെ. ഈ മഹാനാറുകൊണ്ടുണ്ടാ ബാപ്പമാരെ അബൂബക്കർ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനാരെ ആ മഹാന്റെ ഷെയ്ഖായിട്ടിക്കിട് ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ജണ്ടാലും ബഗ്ദാദ് ഇടങ്ങമേ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുടെ ശിഷ്യായിട്ടിക്കിട് അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു. ഒരു ഉസ്താദ് ശിഷ്യയുടെ ಬಗ್ಗೆ പോതിയെങ്കില് പിന്നെ ആ ശിഷ്യക്ക് വേറെ ആരെ സർട്ടിഫിക്കറ്റും വേണ്ട. അങ്ങനെയുണ്ട്. ഒരു ഉസ്താദ് ശിഷ്യയുടെ ಬಗ್ಗೆ പോതിയെങ്കില് ആ ശിഷ്യക്ക് വേറെ ആരെ സർട്ടിഫിക്കറ്റും വേണ്ട. അതേ ടൈമിലോ ഒരു മനുഷ്യയുടെ ഇടീറായത്തങ്ങ പോതറാറ്. ആ മനുഷ്യയുടെ ഉസ്താദറെ മുട്ട പോയിട്ട് കേൾക്കുമ്പോ അവനിപ്പോ എന്തമാ ഇങ്ങനെ ഓടി നടന്നോട്ടുള്ള ഉള്ള അല്ലാഹു അലം എവിടുമ്പോ അവനക്ക് അത് കിട്ടിയോ അതാ. അപ്പൊ എന്തമ്മ ഉസ്താദ് കൗണ്ടയിൽ സമാധാനം ഇല്ല, എല്ലാം പോയി. ദുനിയാവിൽ ആരവന്റെ കൈ പിടിച്ച് മുത്തട്ട് അവൻ കാറില്ലുമ്പോ ഡോർ തുറന്ന് തരട്ട്, അവനക്ക് ചെരുപ്പിട്ട് തരട്ട് ഇല്ല, അവന്റെ ബല പോയി. അതേ ടൈമിൽ ഉസ്താദ് ചൊന്ത അവൻ നണ്ട കിടാവും, അവന്റെ നാബലിയാക്കിയറോ. അവൻ നന്റെ ദർസിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ ചന്ത ഓതി പഠിച്ചോണു വെറുതെ കല്ല അവനിങ്ങനെ ദീന ഖിദ്മത്ത് എടുത്തോണ്ടുള്ളൂ എന്നെങ്കില് അൽഹംദുലില്ലാ അതരക്കാണ്ടി വലിയ പവർ വേറെന്തോ. ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാന് ഏറ്റവും വലിയ അംഗീകാരം ആരാ? അംഗീകാര സ്വന്തം ഉസ്താദുമാരമേ അംഗീകാര. ആറ് ഉസ്താദുമാര്? കണ്ണിയത്ത് ഉസ്താദ്, റഈസുൽ മുഹഖ്ഖീന കണ്ണിയത്ത് ഉസ്താദ്, ഉള്ളാലത്തെ തങ്ങളെ ഉസ്താദ്, ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, ഉള്ളാലത്തെ തങ്ങളെ ഉസ്താദ്. ഈ രണ്ട് മഹാന്മാര് സമസ്തത്തിലിക്കുമ്പമേ സമസ്തത്തില് മെമ്പർഷിപ്പ് എടുത്ത മഹാനായിട്ടിക്കിട് ഈ രണ്ട് ഉസ്താദുമാരെ ശിഷ്യ ആയിട്ടുള്ള സയ്യിദുന താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇതിനെ കാണ്ടി വലിയ അംഗീകാരം എന്തിനാ വേണേ?
അത് മാത്രല്ല, ഞാനിപ്പ ബറുമ്പോ ഇത് റബീഉൽ ആഖിർ തിങ്കളല്ലേ, താജുൽ ഉലമ തങ്ങളെ ಬಗ್ಗೆ അധികൃതമായിട്ട് ഞങ്ങളെ സംഘടന പുറത്തിറക്കിയ ഒരു ബുക്ക് അതെന്റെ ഗാഡിയിൽ ഇപ്പൊ ഉണ്ടു. ഞാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടുല്ലേ. അപ്പൊ ഇണ്ട് ബറുമ്പോ ഞാൻ നോക്കിയ ഭാഗത്തിൽ കണ്ട് താജുൽ ഉലമ തങ്ങ സമസ്തര മുഷാവറ മെമ്പർ ആയപ്പ അവിടെ കണ്ണിയത്ത് ഉസ്താദ് തങ്ങ അല്ല, EK ഉസ്താദ് തങ്ങ അല്ല, വലിയ മഹാന്മാർ അങ്ങ് ചെണ്ടാലോ. അല്ലാഹു തആല അങ്ങനെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അങ്ങും കൂടി റബീഉൽ ആഖിറിലായിട്ട് വഫാത്തായിട്ടുള്ളൂ. പക്ഷേ താജുൽ ഉലമ തങ്ങും കൂടി വെക്കൂ, ആലിമാവിടെ ഒട്ടിಗೆ തങ്ങും കൂടി വെക്കൂ. അപ്പൊ മുഷാവറ നടക്കുമ്പോ ഫസ്റ്റ് ദുആ, സ്റ്റാർട്ടിങ്ങിടെ ഒരു ദുആ, ഇങ്ങെല്ലാരും ആരൊട്ടിಗೆ ദ്വാരക്കുക ചൊല്ലോ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളൊട്ടിಗೆ സ്വന്ത ഉസ്താദുമാരിക്കുമ്പോ ആ ഉസ്താദുമാരെ തങ്ങളെ ദ്വാരക്കൊറോട്ടു ശിഷ്യടൊട്ടിಗೆ ചൊല്ലണമെങ്കിൽ ആ ശിഷ്യടെ അംഗീകരിച്ചിട്ട് വേണ്ടേ? അത് ഉസ്താദുമാരെ അംഗീകാരല്ലേ ശിഷ്യകു കിട്ടിയോ? ഇതിനെ കാട്ടി വലിയ അംഗീകാര വേരെന്തും വേണൂട്ടില്ലല്ലേ. ഇക്കട്ട് നാ ചൊന്നോട്ട് വന്നു. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ മഹാന്റെ ശിഷ്യ ആയിട്ട് അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു ആ ശിഷ്യയുടെ ಬಗ್ಗೆ ഉസ്താദ് അതേ ആൽമാരൊട്ടിಗೆ ചൊല്ലു. ഓ ആൽമാരെ, ബഗ്ദാദിയുടെ മനുഷ്യന്മാരെ, ലാ തൻദുറു ഇലാ അബീ ബക്കർ ശിബിലി ബിൽ ഐനിൽ ലത്തി യൻദുറു ബഅദുകും ഇലാ ബഅദ്. നിങ്ങളിൽപ്പെട്ട കൊറിയാൽമാർ വേറെ കൊറിയാൽമാരെ കണ്ട പോലെ നിങ്ങ നന്റെ ശിഷ്യായ അബൂബക്കർ ശിബിലി തങ്ങളെ കാണുക തീറ. ഏതുപോലെ കൂറത്ത തങ്ങളെ ಬಗ್ಗೆ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇവിടെ നൊപ്പാടെ വന്നിട്ട് ഞങ്ങൾക്ക് നല്ല ഉപദേശം തന്നിട്ട് ദ്വാർന്നിട്ട് പോയിത്തല്ലേ. തങ്ങളെ ಬಗ್ಗೆ തങ്ങളെ ബാപ്പ താജുൽ ഉലമ തങ്ങ ഹയാത്ത് കാലത്തിൽ ചൊന്നോട്ടിന്തു നണ്ടട്ട കൽച്ചെങ്കിലും നണ്ട മോണ്ടട്ട കൽച്ചിറണ്ട. ആ ഒരു പൽക്ക ചൊന്നിങ്ങത് വലിയ കനവുള്ള പൽക്ക. അത് ചെറിയ പൽക്ക എന്തോ അല്ല, വലിയ ദിന്നത്തെ പൽക്ക. അത് ആ ദിന്നത്തെ പൽക്ക അർത്ഥാക്കുക SSF കാര്യകർത്തന്മാർ റെഡിയായിട്ടിക്കണോ. കാലി പേരൊരു കാര്യകർത്തന്മാരാവുക തീറ. ഞാനൊരു SSF മെമ്പർഷിപ്പ് എടുത്ത് ചൊന്നത് കൊണ്ടിട്ടു നന്റെ ഇലങ്ങമാറട്ട ചൊല്ലട്ട. ഈ കൊടി പിടിച്ചത് കൊണ്ട് നിങ്ങൊന്ന് സ്വർഗത്തിലെത്തണു ചൊല്ല ഒരു ആശ വെച്ചിട്ട് ചൊന്നോണ്ടുള്ള ഒരു SSF മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞങ്ങൾ പ്രവർത്തിക്കലോടുകൂടെ നക്ക് ഏത് തങ്ങളെ ഭാഗ്യം എന്തും അഭിപ്രായം ചൊല്ല, ഏത് ആലിമയുടെ ഭാഗ്യം എന്തും അഭിപ്രായം ചൊല്ല. അങ്ങനെ ഒരു ബിയാറ ഞങ്ങളെ മനസ്സിൽ വന്നുക പോകത്തിറ. സംഘടനയിൽ ഇല്ലാത്തതാണ്. ഒരു സംഘടനയിൽ സേരിയ പിന്നെ നാനൊന്നും നല്ലാവണോണ്ടല്ലാണ്ട് സംഘടനയിൽ ഇല്ലാത്തതാണ്. സംഘടനയിൽ സേരിയ പിന്നെ ഞാൻ ഒരിക്കലും തെരുതപ്പെട്ടു പോകത്തീറ. അത് SSF കൊടി നിങ്ങൾക്ക് പെർമിഷൻ തണ്ടില്ല. ഈ കൊടി ഈ പിടിച്ച കൊടിയുടെ ബറക്കത്ത് കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലിവാഉൽ ഹംദ് ചൊല്ല കൊടി കയ്യിൽ പിടിച്ചിട്ട് നടക്കുമ്പോ ആ നേതാവുടെ പെരവോലു നിന്നിട്ട് ഞങ്ങൊന്നും നടക്കണോ ചൊല്ല ഒരു നീയത്തല്ലാണ്ട് വേറെ ഒരു ആസ ഞങ്ങളെ കൽബലിക്കൊകുതിറ. ഞാൻ ചൊന്നോട്ട് വന്നെന്നോ. ഇതുപോലെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ശിഷ്യയുടെ ಬಗ್ಗೆ ചൊല്ലു. ആൽമാരൊട്ടിಗೆ മനുഷ്യന്മാരെ, നിങ്ങ ബേരങ്ങളെ കണ്ട പോലെ നന്റെ ശിഷ്യായ അബൂബക്കർ ശിബിലി തങ്ങളെ കാണുക തീറ. എന്തേ കാരണ? അല്ലാഹുടെ മുട്ട വലിയ പദവി ഉള്ള ഒരാളായിട്ടിക്കിട നന്റെ ശിഷ്യ. എന്നിട്ട് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങ ഈ ശിഷ്യയുടെ ಬಗ್ಗೆ ചൊല്ലത് കണ്ട് ലിക്കുല്ലി ഖൗമിൻ താജുൻ, എല്ലാ സമുദായത്തങ്ങും ഒരു കിരീടയിക്കിട്, താജ് ഇക്കിട്. താജുൽ ഉലമ
എല്ലാ സമൂഹത്താൽമാർക്കും ഒരു കിരീട്ടയിക്കിട്. താജുൽ ഉലമ ഒരു കിരീട്ട അല്ലേ? ആരെ കിരീട്ട? ഉലമാക്കന്മാരെ കിരീട്ട. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുന്നു, എല്ലാ സമൂഹത്തങ്ങൾക്കും ഒരു കിരീട്ടയിക്കിട്. വതാജു ഹാദൽ ഖൗമി അശ്ശിബ്ലിയു. ഈ സമൂഹത്തെ കിരീട്ട ആര് കൊണ്ടുണ്ട? അത് നന്റെ ശിഷ്യായ ബഗ്ദാദിൽ മറപ്പെട്ട് കിടന്നിട്ടുള്ള അബൂബക്കർ ശിബ്ലി റളിയല്ലാഹു അൻഹു. എന്നിട്ടോ ആ ഉസ്താദരെ അംഗീകാര കിട്ടിയ മഹാനായ അബൂബക്കർ ശിബ്ലി തങ്ങളെ ഒരു തഖ്വ നോക്കറോ നിങ്ങ. അത് ചൊല്ലുകനായിട്ടിക്കിടുന്നാണ് ഇത്തരം ഒരു ഇൻട്രഡക്ഷൻ ചൊന്നോണ്ട് വന്നു, ഒരു മുൻനുടി ചൊന്നോണ്ട് വന്നു. അത് ഒരു ചെറിയ വിഷയ, പക്ഷേ അതൊരു വലിയ വിഷയായിട്ട് അബൂബക്കർ ശിബ്ലി റളിയല്ലാഹു അൻഹു ജാവുക വറക്ക് ബറാട്ടിക്കോഗോ ഞങ്ങളെ ഇണ്ടത്തെ ദൂരെന്തോ ഉസ്താദേ ജാവു വറക്ക് പണ്ടില്ല, എല്ലാം മറന്നുമാക്കിട്ടായിട്ട് വർക്ക് പണ്ടില്ല. ഞങ്ങളെ ബേജാറ് വർക്ക് പണ്ടില്ല ചൊല്ലത് ബേജാറ്. വറക്ക് ബറാത്തപ്പ എൻചിട്ടൊരു ജണ്ടരക്കയത്ത് നിസ്കരിക്കോമാ, ഒരു ജണ്ട് കടലാസ് ഖുർആനോദമാ, ഒരു 100 ദിക്റ് ചൊല്ലമാ, ഒരു 100 തസ്ബീഹ് ചൊല്ലമാ, ഒരു 100 സ്വലാത്ത് ചൊല്ലമാ. ഇല്ല അങ്ങനത്തെ ഒരു ബിയാറ നണ്ട പോലത്തോണ്ട കൽബുല് പണ്ടില്ല. നിങ്ങളെ ಬಗ್ಗೆ അല്ല നാ ചൊന്നോണ്ടുള്ളൂ, നിങ്ങളെ ಬಗ್ಗೆ ചൊല്ലുകൊള്ള അർഹത നക്കില്ല. നണ്ട പോലത്തോണ്ട കൽബുൽ അങ്ങനത്തെ ബിയാറ പണ്ടില്ല. ഞങ്ങെപ്പോലും ചൊല്ലെന്തോ ജാവ് വർക്ക് പണ്ടില്ല ഉസ്താദ് ദ്വാർക്കൊരു ഉസ്താദ് എന്തിക്ക് ദ്വാർക്കണു ജാവ് വർക്ക് പറകൂ. അബൂബക്കർ ശിബ്ലി റളിയല്ലാഹു അൻഹു മഹാന് ജാവുക വർക്ക് ബർബാട്ടാണ്ടിന്തുല. എങ്ങനെ കൊന്തുണ്ട ജാവുക വർക്ക് ബർബാട്ടാണ്ടിന്ന എങ്ങനെ ചരിത്രത്തിൽ കാണ്ടുവക്കാന യക്തഹിലു ബിൽ മിൽഹി കൈലായനാമ. ജാവ് ഉറങ്ങാണ്ട ഇബാദത്തെടുക്കണമെങ്കിൽ ജാവുക വർക്ക് പറകു തീറ. അതൊക്കെ മഹാൻ എന്താക്കിയോണ്ടിന്ത് തെല്ലു ഉപ്പെടുത്തിട്ട് ആ ഉപ്പെടുത്തിട്ട് കണ്ണുക വറസിയോണ്ടിന്തുല. സുബ്ഹാനല്ലാഹ് എന്തിക്ക് ജാവ് ഉറങ്ങാണ്ടിക്കോകു തൂങ്ങാണ്ടിക്കോകു എന്നിട്ട് ഇങ്ങനെ ഇബാദത്തെടുക്കട്. ഖുർആൻ ഓതുറൂ. ഖുർആൻ ഓതിയോണ്ടിക്കുമ്പോ മനുഷ്യ അല്ലേ ഇബ്ലീസ് നല്ലങ്ങലല്ലേ ബെടക്കാക്കു നോക്കൂടോ. പാടം ഒന്ന് തൂക്ക വരുമ്പോ മുട്ടാതാ ഉപ്പ് വെച്ചിട്ടിക്കിട്. ആ ഉപ്പെടുത്തിട്ട് പാടം കണ്ണു കൊറസുറോ. എന്തിಗೆ മുസ്ലിം ബാലക്കാറ, എന്തിಗೆ നണ്ട വാല് കേക്കട ഉമ്മ പെങ്ങന്മാരെ, എന്തിಗೆ ഈ ഉപ്പെടുത്തിട്ട് കണ്ണുക വറസിയോണ്ടുള്ളോ. നണ്ട ഉറക്ക് ദൂര പോണു, നക്ക് ഉറക്ക് പറകു തീറ. ഉപ്പുക ഇങ്ങനത്തെ ഒരു പവർ ഉണ്ടിന്റെ കൊന്തായ ഉസ്താദ്. ഏത് ഉപ്പെടുത്തിട്ട് കണ്ണ് കുറച്ചെങ്കിൽ വർക്ക് ദൂരം അവിടെ ചെന്നിട്ട് ഇന്റെ കൊന്തായേ അത് പഠിപ്പാട്ടിട്ട് തന്ത് ആര്? അബൂബക്കർ ശിബ്ലി റളിയല്ലാഹു അൻഹു. ജാവുക ഇങ്ങനെ ഖുർആൻ ഓതിയോണ്ടിരിക്കുമ്പോ ഉമ്മാ കൊറേ ഉമ്മമാരെ കംപ്ലൈന്റ്, ഉസ്താദ് ഖുർആൻ ഓതുകയാവല്ലോ ഉസ്താദ്, എന്തേ വർക്ക് പണ്ട് ഉസ്താദ് ഭയങ്കര തൂക്ക ഉസ്താദ്. അബൂബക്കർ ശിബ്ലി റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോ ജാവുക വർക്ക് വരുമ്പോ മുട്ട ഉപ്പ് വെച്ചോണ്ടിരുത്ത്, ആ ഉപ്പെടുത്തിട്ട് കണ്ണ് കുറച്ചോണ്ടിരുത്ത്. കൈലായനാമ ഉറങ്ങാണ്ടിക്കുക മെയിനായിട്ട്. ഉറങ്ങെങ്കിൽ ഓത്തു നടക്കില്ലേ, ഉറങ്ങെങ്കിൽ ഇബാദത്ത് നടക്കില്ലേ. നങ്കിണ്ട് ഉപ്പിട സുവാദ് കൊന്തു ഇല്ലേ. ഫുഡെല്ലാം ആക്കിയിട്ട് ഉമ്മമാരെ ഉമ്മ പെങ്ങന്മാരുടെ ചെന്നോണ്ടല്ലേ എല്ലാം ആക്കിയിട്ട് തെല്ലിങ്ങനെ ഒന്ന് ഊരി നോക്കണുണ്ടോന്നുണ്ട്. എന്തിനെ ഉപ്പുള്ള സമം ഉണ്ടാണ്. ഞങ്ങൾക്ക് ആകെ ഇപ്പൊ ഉപ്പിട ഒരു മഹത്വം അത് മാത്രം കൊന്തു. ഉപ്പ് സമം ഉണ്ടാ, ഉപ്പല്ല സുവാദം. എന്നിട്ട് മാമി നോക്കിടും. മാമി നോക്കിയ പിന്നെ തെൽ മർമ്മോട്ടോട്ട് നോക്ക് പാട്ടറ്. അഥവാ മാമിക്ക് അത് ഗൊന്തായില്ലെങ്കിൽ ആകുന്നുണ്ട് തെൽ നീ തെൽ നോക്കിടി ചെന്നിട്ടു. ഇത് എപ്പ ಯಾರ നോക്കുവാട്രപ്പ ഔത്തർ ദാവത്തിക്കുമ്പോ പർത്തർ ബിരുദർ വന്നപ്പ ഔത്തറങ്ങ എന്ത് മറ കെട്ടിക്കും ഇല്ലല്ലോ പോ. അങ്ങനെ ഉണ്ടല്ലോ മാപ്പിലേക്ക് ഉപ്പ് ಯಾರಾയെങ്കും വെല്ലില്ല കൊറടി അങ്ങനെ ആവുത്തീറ ഉമ്മ കൊറേ മാപ്പിളമാരെല്ലാരും ചൊല്ലി എന്തുണ്ടു എന്തേ ഉസ്താദ് നക്കൊരു റാഹത്ര തെനെ സൗത്തുൽ കിട്ടണമെങ്കിൽ ബിരുദർ ಬರ್ಮ ഞങ്ങൾ ഔത്തുകൊണ്ടു അങ്ങനെ ആവുത്തീറ.
ബിരുദർക്ക് നിങ്ങൾ ആക്കി കൊടുക്കണ്ടല്ല ആക്കി കൊടുക്കോർ. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആക്കി കൊടുക്കണ നിങ്ങളെ മാപ്പിളമാർക്ക് അല്ലാഹു തആല ബർക്കത്താക്കും. ഒക്കെ അല്ലേ? അങ്ങനെയല്ലേ അല്ലേ? എന്തോ ഒരു അഭിപ്രായം ഒക്കാത്ത വല കണ്ട് വേറെ എന്ത് ചൊന്നെങ്കിലും നിങ്ങൾ അല്ല ചൊന്നെങ്കിലും ഇത് നിങ്ങൾ അല്ലാണ്ട് ചൊല്ലാലേ. എന്തേ കാരണം? ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭമല്ലേ? അതിനുണ്ട് കുറെ മാപ്പിളമാർ അങ്ങനെ ചൊല്ലേണ്ടുണ്ട്. ഉസ്താദ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ ഒന്ന് വാള് വേണ്ടി നിങ്ങളെ പോലെ ഉസ്താദ്മാർ പറഞ്ഞു വന്ന് രണ്ട് തെല്ല് ഓലിയും പിന്നെ അതും ഇതും. അത് ഉസ്താദ്മാരൊട്ടെ പിർസ നിങ്ങൾക്ക് വലിയ ബഹുമാനം അതെല്ലാം വേണുണ്ടൊക്കെ ഉമ്മ ആയെങ്കിലും നാ ഇപ്പൊ ഇണ്ട് വരുമ്പോ അവിടെ ഉണ്ണോ പോയിട്ട് റൗത്ത് ഉണ്ണോ പോയി വന്ന അല്ലാഹു അത്രയും ഉഷാരില്ല ഇവിടെ ചെറുബേ. നീ അയാൾക്ക് പരിപൂർണ്ണ ഷിഫാ കൊടുക്കും റഹ്മാനെ, ആഫിയത്ത് കൊടുക്കും റഹ്മാനെ നാ ചൊന്നോണ്ട് വന്നോ. അങ്ങനെയുണ്ട്. താജുൽ ഉലമ ഉള്ളാലത്തെ തങ്ങ എപ്പോഴും പിന്നെ ഉണ്ണുടെ മുന്നോലു തെല്ല ഉപ്പ് തൊട്ടോ അപ്പൊ കൂറത്തങ്ങ ഇപ്പൊ അങ്ങനെ ആക്കിടും. ഉണ്ണുടെ തര മുന്നോലു അത് ഉപ്പെടുക്കണം. അതിനുണ്ട്. അത് കിതാബിലെല്ലാം ഉള്ളതേ വെറുതെ ഇല്ലാത്തെന്തോ അല്ല. ഫുഡ് മുന്നോലു തെല്ല ഉപ്പ് തെല്ലൊന്ന് ഉപ്പെടുത്തിട്ട് വായിക്കിട്ട് അതിനുണ്ട്. താജുൽ ഉലമ തങ്ങ ആക്കിയോണ്ട് അതേ മൂന്നു കൂറത്തങ്ങ ഇപ്പൊ അതാക്കിയോണ്ട് ഞങ്ങൾ കണ്ടർ എത്ര മമത്തു. പിന്നെ ഞങ്ങൾ കിതാബിൽ നോക്കുമ്പോ കിതാബിലുണ്ട് ഖബല തുആം, കിതാബിന്റെ ആദാബ് ചൊണ്ട കൂട്ടത്തില് ഖബല തനാവുലി തുആം, ഫുഡ് തിന്നറത്ര മുന്നോലു അയ്യതനാവലൽ മിൽഹ തെല്ലൊന്ന് ഉപ്പെടുത്തിട്ട് വായിക്കിട്ടോണ്ട് എന്നിട്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ ആമീന എതിർലു എരിച്ചും കോലിയും കണ്ടെങ്കിൽ പിന്നെ ഒക്കെ ഉപ്പുറ സബുറ എതിർലു വളരെ സദസ്സിൽ ചോറ് ആമീൻ ചൊല്ലല്ലോ ഉള്ള എതിർലു റായത്ത കോലിയും ആടര തലയുള്ള കാണുമ്പോ ഒക്കെ അവിടെ ഉപ്പിട കാണ്ട ഒക്കെ ഉപ്പല്ല പിന്നെ ഉപ്പെല്ലാം ഇട്ടിട്ടായിട്ട് കിട്ടി. അപ്പൊ ചൊല്ലകല്ല ന്യായമുണ്ട്. ന്യായമുണ്ട്. അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു ആ മഹാൻ അതാ കണ്ണയെടുത്തിട്ട് ഉപ്പുടെ വറസുറു ജാവുക വർക്ക് പറയാണ്ടിക്കൂ. എന്തേ കാരണ ജാവു ഫുള്ള് ഇബാദത്തെടുക്കണു. അങ്ങനെ രഹസ്യ ജീവനത്തിലും പരസ്യ ജീവനത്തിലും അല്ലാഹുടെ പേടിച്ചിട്ട് ഇബാദത്തെടുത്ത മനുഷ്യാണ്ടായെങ്കിൽ അവന് ദുനിയാവിലും വിജയിക്കിടാ ആഖിറത്തിലും വിജയിക്കിടാ. ഇത് ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്ന പിന്നെ ദാവൂദ് നബി അലൈഹിസ്സലാം ചൊല്ലു പാഠം ചൊല്ലത് കാണ്ട് അതേ ഒരു 4 വിഷയമുണ്ടോ. ഇപ്പൊ നാ ചൊന്ന 3 വിഷയല്ലേ, അത് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുക വേനായിട്ടുള്ള 3 സ്വഭാവമല്ലേ. ഇനി ദാവൂദ് നബി അലൈഹിസ്സലാം പാഠം ചൊല്ലു ഒരു 4 വിഷയമുണ്ടു. ആ 4 വിഷയ ഒരാളിലുണ്ട് ഉണ്ടായെങ്കിൽ ഫഖദ് ഉഅ്തിയ ഖൈറ ദുനിയാ വൽ ആഖിറ, ദുനിയാവിൽ വെച്ചിട്ടും ആഖിറത്തിൽ വെച്ചിട്ടും ഏറ്റവും ഖൈറായത് അങ്ങ് കിട്ടിരുകട്ടോ. അങ്ങനെ ദുനിയാവിൽ എന്തും തേടണ്ട, ആഖിറത്തിൽ എന്തും തേടണ്ട. ദുനിയാവിൽ നക്ക് അത് കിട്ടിയിട്ടില്ലല്ലേ ഇത് കിട്ടിയിട്ടില്ലല്ലേ അങ്ങോ അത് കിട്ടിറല്ലേ നക്കത് കിട്ടിയിട്ടില്ലല്ലേ എന്നിട്ട് നിങ്ങൾ ബേജാറാവണ്ട. 4 സ്വവിഷയ നിങ്ങളയിലുണ്ടാ. ഈ ദുനിയാവിലും 4 വിഷയ നിങ്ങൾക്ക് കിട്ടിറ, 4 വസ്തു നിങ്ങൾക്ക് കിട്ടിറ. അങ്ങനെ ആയെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ഖൈറും നിങ്ങൾക്ക് കിട്ടിയതുപോലെ ആ 4 ബസ്ത് ഏത് ചൊന്നിട്ട് ഒന്നൊന്നു ദാവൂദ് നബി അലൈഹിസ്സലാം എണ്ണിട്ട് ചൊന്നോണ്ടുണ്ടോ. അതിൽ ഒന്നാമതായിട്ട് ചൊന്തു ലിസാനുൻ ദിക്റിൻ, എപ്പോഴും ദിക്ർ ചൊല്ലെ നാവുണ്ടാ. വേറെന്തും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ചൊന്നിട്ട് നിങ്ങൾക്ക് ദുഃഖ വേണ്ട, ബേജാറ് വേണ്ട. ലിസാനുൻ അതെ ലിസാൻ നല്ല ദിക്ർ ചൊല്ലെ നാവുണ്ടാ. ദിക്ർ ചൊല്ലെ നാവ് എപ്പോഴും നാവ് കൊണ്ട് ദിക്ർ ചൊന്നോണ്ടിക്കടെ നാവ്. അല്ലാഹു തആല അങ്ങനത്തെ ഒരു നാവ് പടച്ചറപ്പ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ദിക്ർ ചൊല്ലെ നാവ്. താജുലുലമായുടെ എന്തുകൊണ്ടു ഞങ്ങൾക്കിപ്പ SSF കാര്യകർത്തന്മാരുടെ നാ ചൊല്ലേ ഞങ്ങൾ എവിടെ മീറ്റിംഗ് പോയെങ്കിലും
എന്തേ ബിസി എന്നെങ്കിലും ചിലപ്പോ ലുഹർ നിസ്കരിച്ച് റപ്പ എഞ്ച് ബണ്ടേണ്ടുണ്ട്. അതിപ്പോ ബസ് പോണ്ടോണ്ടായെങ്കിൽ പിന്നെ ബസ്സിലേ വന്നറോ, ನಾನು ಬೈಕಲ್ಲ ಕಾರ್ಲೆಂದು ಬಂದರಲ್ಲ അങ്ങനെ ടൈം ബസ് പോണ്ട് ചെന്നിട്ട് ചിലപ്പോ പോണോ ബസ് ഞങ്ങൾക്ക് സുന്നത്ത് നിസ്കരിച്ചതോലോ കാത്തു നിൽക്കോ ബസ് നിൽക്കാലേ ബസ് പോവും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ താജുല്ലോട് വലത് വലിയ വലിയ മഹാന്മാരാവണോ പവർ കാട്ടോകൂ ബസ് അവിടെ നിൽക്കൂ. അതെ അങ്ങനത്തെ പവറില്ലാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ എന്താക്കണു ചിലപ്പോ പോണായി പോരും. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഫർള് നിസ്കരിക്കുന്നതൊട്ടിಗೆ സുന്നത്ത് നിസ്കരിക്കണങ്ങാവണു. ഫർള് നിസ്കാരത്തെ പിന്നെ മുന്നോലുമുള്ള സുന്നത്ത് നിസ്കാര അത് ചെറിയ ഒരു ബച്ചിത്ത് ചൊല്ല ഒരു കാരണം കൊണ്ടിട്ടു, അല്ലെങ്കിൽ ഞാൻ വാളുക പോയി വന്നേ ചൊല്ല ഒരു കാരണം കൊണ്ടിട്ടു, മീറ്റിംഗ് ചെമ്മ നേരം നീണ്ടു പോയിട്ടുള്ള കാരണം കൊണ്ടിട്ടു സുന്നത്ത് നിസ്കാര നഷ്ടപ്പെടുക തീരാ. താജുല്ലുലമയുടെ വലിയ പവരെന്തോ എമ്മെ ഉസ്താദ് ചൊല്ലത് കണ്ട് വേറാറും അല്ല വെറുതെಗೂ ഇല്ലാത്ത ചൊല്ലോ തീറാ. ഇല്ലാത്ത ഒരു പവറും ആറ ಬಗ್ಗೆ മാറും ചൊല്ലോ തീറാ. ഗ്യാസ് ഉദ്ദി ചെന്നിട്ട് ചെമ്മ ശുദ്ധി കഴിക്കിട ഞങ്ങളെ റായത്തില് ഗ്യാസ് ഉദ്ദി എന്തേ അങ്ങനെ ഒന്നും ഒക്കെ ചൊല്ലത് കാണ്ട് ആര് ചൊന്നരണ്ടെന്ന് കൊന്നില്ലവ അങ്ങനെ അതിങ്ങനെ പിന്നെ ഞങ്ങൾക്കൊന്ന് കിട്ടിയ മെയ്യല്ലേ അതിങ്ങനെ പിന്നെ ഇണ്ട് പിന്നെ വാട്സപ്പിൽ പിന്നെ കേക്കടേ വേണ്ട അപ്പറ പോൺ എവിടെ വന്നേ ഇപ്പൊ ಇಂಡೊಂದು ಬಂತುಲ ಎಂದ 3 ತಿಂಗಳ ರೀಚಾರ್ಜ್ ಆಗಿ ಎಂತ ಕಿಟ್ರೆ അങ്ങനെ ಬಂದ್ರ ಮೊಬೈಲ್ ಬಂದ್ರ ഇവിടെ ബലാൽಗೆ എത്തിയില്ല. ഇവിടെ നെറ്റ്വർക്ക് ഇല്ലേ? നെറ്റ്വർക്ക് ഇന്നില്ലെങ്ക പടച്ചോറബ്ബേ അകയില്ലെങ്കും വലിയല്ല ഗുഡ്ഡലാങ്കു ദൈക്കോസ്താ അത് നെറ്റ്വർക്ക് വേണം നമുക്ക്. അകയില്ലെങ്കും വലിയല്ലേ ഗുഡ്ഡലാങ്കു ദൈക്കാം. അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ട് എല്ലാവരും ഭാരി ദൂരെ ദൂරු എന്തൊരു ദൂರು ಎಲ್ಲರೂ ಕಡ್ತಾರೆ ನಾಜ ನಕ್ಕ ಮೆಸೇಜ್ ಬಂದಿಟ್ಟೇ ಇಲ್ಲ ರಬ್ಬೆ ನಕ್ಕಂತ ഒരു മെസ്സേജ് വന്നിട്ടില്ല. 3 തിങ്കളത്തെ ഫ്രീ റീചാർജ് കിട്ടൂല. നിങ്ങൾ ഇന്നതൊക്കെ വോട്ട് ആക്കിയെങ്കിൽ അത് ക്ലിക്ക് ആക്കിയെങ്കിൽ ഇത്ര ആൾമാർക്ക് കടത്തിയെങ്കിൽ 3 തിങ്കളത്തെ ഫ്രീ നിങ്ങൾക്ക് റീചാർജ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഇതെല്ലാം ശുദ്ധി ഇങ്ങനെ പ്രചാരാക്കണേ. കുറെ പെണ്ണുങ്ങൾക്ക് വേറെന്തും സ്വറയില്ല ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ലേ അല്ലെ. മുന്നോലത്തെ പണ്ടത്തെ ഉമ്മമാരെല്ലാവരും എങ്ങനെ ചെന്നെങ്കിൽ അങ്ങ് അടുപ്പുള്ള അവിടെ ഇങ്ങനെ തെനസാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ കയ്യിൽ സ്വലാത്ത് കിതാബിക്കിട് 7 കിതാബിക്കിട്. ഇപ്പത്തെ പെണ്ണിങ്ങ എല്ലാവരുടെ ಬಗ್ಗೆ അല്ല ബലാളുടെ പെണ്ണിങ്ങെല്ലാം നല്ല അല്ലാഹു തആല ബർക്കത്താക്കട്ടെ. അവിടെ ഡയറക്റ്റ് കല്ല് പറവ് ഭാരി മുട്ട കൊണ്ടുവിട്ടു ചെമ്മ ദൂരം എന്ത് വേണ്ടില്ല അവിടെ എല്ലാം എത്തിച്ചിട്ടില്ലേ അവിടെമാ അവിടെ ടൈങ്ങിനെ ചെമ്മ ചൊല്ലല്ലോ ദൂരാൻ ടൈം തെളിച്ചുണ്ടേ അവിടെ വേണ്ടല്ലേ. ഞാൻ പച്ച കാണുമ്പോ എപ്പോഴും പച്ചയുടെ അപ്പുറം അങ്ങേക്കുവാർ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ ഒന്നുണ്ടോ? അപ്പൊ അങ്ങനെ ആവുമ്പോ അങ്ങനെ ഇണ്ടത്തെ വേണിങ്ങല്ലേ ആ കേക്കട വാതില്ല വേറെന്തോ അല്ല എല്ലാം ദിക്കറി ചെന്നോട്ടില്ലേ മോല. ചായത്തെ പൊടിക്ക് അങ്ങനെ ഉണ്ടല്ലേ സോഡത്തെ പൊടി ഇട്ട് ഉപ്പിട്ട ബദಲು സോഡത്തെ പൊടി കറണ്ട് അപ്പറേ ചേഞ്ച് ആയി പോയേ. ഉപ്പിട്ട ബദಲು സോഡത്തെ പൊടി ആയി പോയത് കറണ്ട് അപ്പറേ ചേഞ്ച് ആയി പോയേണ്ട്. ഈ ഇടത്തെ കറണ്ട് ചേഞ്ച് ആയേ എന്താ കാരണം ഇതിങ്ങനെ കയ്യിലിരിക്കിട്. അപ്പൊ ഞാൻ ചെന്നോണ്ട് വന്നേ അങ്ങനത്തെ വെറുതെ ഗ്യാസ് ഒത്തി ഇങ്ങനെ പ്രചാരാക്കോ തീരാ. പിന്നെ ഉള്ളത് മാത്രം ചൊല്ലി ഇല്ലാത്തൊന്നും ചൊല്ലണ്ട. മഹാന്മാരെ പവർ ഉള്ളത് ചൊന്നിട്ടേ തീർക്കുകയില്ലല്ലേ പിന്നല്ലേ ഇല്ലാത്തത്. അപ്പാ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് താജുൽ ഉലമ വഫാത്തായപ്പ ചൊന്നെ പൽക്കെന്തര കൊന്തുണ്ട ലാ മസീല ലഹു താജുൽ ഉലമഗു സമാനായിട്ടുള്ള ഒരാള് ഇല്ലേ ഇല്ല. ും സമാ സരിസാട്ടി ഇല്ലത സറദാറ സയ്യിദുനാ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ ഉള്ളാളത്തെ തങ്ങളെ ಬಗ್ಗೆ എം.എ. ഉസ്താദ് ചൊല്ലു ഞങ്ങ ഒട്ടിಗೆ ഉംറത്തുക്ക് പോയാ ഞങ്ങ ഒട്ടിಗೆ സിയാറത്തുക്ക് ബഗ്ദാദുക്ക് പോയാ ഞങ്ങളെ എത്രമാ ചർച്ച ഞങ്ങ ആക്കിടാ സംഘടനയുടെ ಬಗ್ಗೆ ചർച്ച ആക്കിടാ. പക്ഷേ താജുൽ ഉലമ എല്ലാ നാളും ചൊല്ല ഔറാദ് തെല്ലുപോലും തപ്പി പോയിട്ടില്ല. ഏത് സഫറില് പോലും തങ്ങളെ ഔറാദ് മുടങ്ങിട്ടിക്കാല എല്ലാ നാളും ഹദ്ദാദ് ഓതരെ നങ്ങ ഒരു നാല് യാത്ര പോയെങ്കിൽ ഞങ്ങൾക്ക് ഹദ്ദാദില്ലാണ്ടായി പോയിട്ട് ഓന്നണ്ട വാല് കേക്കട ഉമ്മമാരെ എല്ലാ നാളും ജാവുക ഞങ്ങളെ ഔത്തുലിക്കുമ്പോ ഞങ്ങ ഹദ്ദാദ് ഓതരെ നങ്ങ ഒരു നാല് ഞങ്ങ ബിരുന്ന് കെട്ടി പോയെങ്കിലാ
ഞങ്ങളെ പിറന്തറന്ന് കുടുംബത്തങ്ങളെ ഔത്തുല് പോയെങ്കിൽ അണ്ടത്തെ ഹദ്ദാദ് റാത്തീബ് ഇല്ലാണ്ടായി പോയിട്ട് അങ്ങനല്ല മഹാന്മാർ താജുൽ ഉലമ എല്ലാ നാളും ചൊന്നോട്ടിന്ന ദിക്റുങ്ങ എന്തോ അത് മുടങ്ങില്ല ഏത് യാത്രയെങ്കും സമാ അതുകായി ടിക്കറ്റ് ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്നു നിങ്ങളയില് ബേണായ 4 ബസ്തില് ഒന്നാമത്തത് ദിക്റ് ചൊല്ലുന്ന നാവ് നിങ്ങൾക്ക് കിട്ടിത്താ ബേരെ കിട്ടിട്ടില്ല ചൊന്നിട്ട് നിങ്ങൾ ബേജാറാക്കണോട്ടില്ല ദിക്റ് ചൊല്ലുന്ന നാവ് നിങ്ങൾക്ക് കിട്ടിത്താ ഇനി രണ്ടാമത്തത് ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്നു വഖൽബുൻ ഷാകിറു നല്ല അതേ നന്ദിയുള്ള മനസ്സുണ്ടാ ശുക്ർ കാട്ടുന്ന മനസ്സ് നിങ്ങളയിലുണ്ടാ നിങ്ങൾക്ക് എന്തിയാറ് നിങ്ങൾക്ക് പിന്നെ വേറെന്തും കിട്ടിട്ടില്ലാണ്ട് നിങ്ങൾ ബേജാറാക്കണോട്ടില്ല കൽബില്ലാത്ത ആരുമില്ല കൽബ് ഈ വാളുകളുടെ നക്കുമുണ്ടു കൽബ് നിങ്ങകുമുണ്ടു കൽബിന്നെങ്കെ മെയ്യാവാല് നന്റെ വാല് കേക്കടെ ഹിരിയങ്ങളൊട്ട നാ ചൊല്ലട്ട വയസ്സു കൂടതക്ക കൽബ് നല്ലാവണോട്ടല്ലാട്ട് ബെടക്കാവണായതല്ല വാല് കേക്കട ഉമ്മമാരട്ട നാ ചൊല്ലട്ട വയസ്സ് യാറാവുടത് ഗതക്ക കൽബ് ബെടക്കാവണായതല്ല ഉമ്മ കൽബൊന്നു നല്ലാവണു എങ്ങനത്തെ കൽബ് വേണുകൊണ്ടുണ്ടാ മനസ്സ് ഇന്നെങ്കെ മെയ്യാവാല മനസ്സ് എല്ലാവർക്കുമുണ്ടു എങ്ങനത്തെ മനസ്സ് വേണു വഖൽബുൻ ഷാകിറു നല്ല ശുക്റുള്ള മനസ്സ് വേണു ആൽമാർക്ക് നന്ദി കാട്ടുന്ന മനസ്സ് വേണു ഓ മക്കളെ ഉമ്മ ബാപ്പമാരൊട്ട വലിയ നന്ദി കാട്ടണോ ഉമ്മ ബാപ്പമാരൊട്ടിക വലിയ നന്ദി കാട്ടണോ അല്ലാ ഇന്നലല്ല മുഞ്ഞാണ്ട് ഞാനതാ ചെറുവത്തൂർ ഭാഗത്ത് വാളുക പോയ ആ വാള് ചൊന്നിട്ടു ലാസ്റ്റ് അവിടെ ഒരു സ്ഥാപനത്തുക വേനായിട്ട് കലക്ഷൻ ആക്കിയിട്ട് കൊടുക്കുമ്പോ ഞാനെന്റെ വാള് കേട്ടോട്ടുള്ള ഇളങ്ങമാരൊട്ട ചൊല്ലട്ട ആണുമക്കളൊട്ട പെണ്ണുമക്കളൊട്ട ചൊന്നോട്ടുള്ള ലാസ്റ്റ് നക്കൊറാല് കടലാസ് കോന്നിട്ട് തന്ത് ഉസ്താദേ പെണിങ്ങല ഭാഗത്തെ ഒരു കടലാസ് ഞാൻ ആ കടലാസ് ഇങ്ങനെ നോക്കുമ്പോ ഒരു ഉമ്മടെ എൽത്ത് അതിലുള്ളോ ഉസ്താദേ നിങ്ങ ഇപ്പൊ കലക്ഷൻ ആക്കിയോണ്ടുള്ളോ ഈ റായത്തെ സ്ഥാപനത്ത് ഞാനൊരു 3313 ഉറുപ്പ തന്നോണ്ടുള്ള നന്റെ മനസ്സിലൊരു സങ്കടമുണ്ട് ഒരു ബേജാറുണ്ട് അതൊന്നു നക്ക് റാഹത്തായി കിട്ടുകയായിട്ട് ദ്വാർക്കണു എന്തരെ അതിൽ എഴുതി വെച്ചിന് സങ്കടം എന്തര കൊണ്ടുണ്ടാ സുബ്ഹാനല്ലാഹ് എത്രമാ വർഷ ഇൽമു പഠിച്ചിട്ടുള്ള നന്റെ മോൻ ആ ഉമ്മ എഴുതിയിട്ടുള്ളത് നക്കിത് ഓതിയപ്പതക്ക് വലിയ തലകുത്താവ് സുറായിത്ത് എന്തര പഠിച്ചിറമാ റബ്ബകു കൊന്തു ആ മോണ് എന്തര ഇൽമു പഠിച്ചിറമാ റബ്ബകു കൊന്തു ഇൽമു പേരുക പഠിച്ചിട്ട് കാര്യമില്ലല്ലേ നാലാളുക ഉപ്പക്കാര കിട്ട ഇൽമാവണു ആ മോണു ഉസ്താദേ നന്റെ മോണ് എത്രമാ വർഷ ഇൽമു പഠിച്ച മോണു പക്ഷേ ഇപ്പൊ നന്റെ മോണു നന്റെ കാണുക ബണ്ടില്ല ഇപ്പൊ നന്റെ മോണ് നന്റെ നോക്കുക ബണ്ടില്ല മങ്ങിൽത്തക വിൽച്ചെങ്ക് ബണ്ടില്ല ഉമ്രത്തുക ഒട്ടിಗೆ പോയിട്ട് വിൽച്ചെങ്ക് ബണ്ടില്ല ഏത് മക്കു സന്തോല ഇക്കാട്ടിക്കോ സ്വന്ത ഉമ്മടൊട്ട ഒന്ന് ഉമ്രത്തുക പോണു സ്വന്ത ബാപ്പടൊട്ടിಗೆ ഒന്ന് ഹജ്ജിಗೆ പോണു ഇത് ആഗ്രഹിക്കാത്ത മക്കങ്ങയ്ക്കുവാറാ ഇപ്പോലും ഞാൻ എല്ലാ വാളറ സദസ്സിലും കണ്ണട തന്നെ ഇത്തുപാട്ടിട്ടു ദ്വാരക്കടത് നിങ്ങൾ കേട്ടിട്ടിക്കുവാറ് നന്റെ ഉമ്മടെ കൈ പിടിച്ചിട്ട് നക്കൊന്നു തവാഫാക്കണു ഹജ്ജിക്ക് പോണു അത് നീന ബിരി കൂട്ടല്ലാ നന്റെ ഉമ്മടെ ആയുസ് നീന ആഫിയത്തോടുകൂടെ നീട്ടിത്താ അല്ലാ എത്ര നിങ്ങളെ പോലത്തെ മോമിനീങ്ങ സേരിട്ടിക്കൊട സദസ്സിലെ വെച്ചിട്ട് വാളറ ലാസ്റ്റ് നാണ് കണ്ണട തന്നെ ഇത്തുപാട്ടിട്ടു ദ്വാരക്കട കൊണ്ടുണ്ടാ എന്തേ കാരണ ദുനിയാവലു അല്ലാഹു തന്റെ വലിയ സൗഭാഗ്യായി
ആയിട്ടിക്കിട അത്. പക്ഷേ ഈ ഉമ്മടെ ഒരു നൊമ്പലത്തെ എൽത്ത് നിങ്ങൾ നോക്കൊരു ഉസ്താദേ നണ്ട മോണു എത്രമാ കാലായിട്ട് നണ്ട നോക്കുക വന്നോണ്ടില്ല. ഉമ്രത്തുക കുട്ടിയും പോണോട്ട് വിചാരിച്ചത് അതുകം വന്നോട്ടില്ല. നാ ചൊല്ലട്ട ഇത് എങ്ങനത്തെ മക്കൊക്കെ ഇങ്ങനെ തീറൂ. ശുക്രില്ലാത്ത മനസ്സുള്ള മക്കകോ സ്വന്ത ബാപ്പടൊട്ടിಗೆ ശുക്രിക്കണ്ടേ, സ്വന്ത ഉമ്മടൊട്ടിಗೆ ശുക്രിക്കണ്ടേ. ഒരു ലൈഫ് ഫുള്ളായിട്ട് മക്കകു പേരായിട്ട് കഷ്ടപ്പെട്ട ഉമ്മ ബാപ്പടൊട്ടിಗೆ ശുക്ർ കാട്ടുന്നതുപോലെ നമുക്ക് വേറെ ആരൊട്ടിಗೆ ശുക്ർ കാട്ടുക കടപ്പാടുള്ളൂ. ഇത് ഞങ്ങളെല്ലാവരും അർത്ഥാക്കണായ വിഷയ അല്ലേ. അതുകൊണ്ടല്ലേ ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്ന് വഖൽബുൻ ഷാകിറൂ, നല്ല ശുക്റുള്ള മനസ്സ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. അല്ലാഹു തരട്ടെ. ആമീൻ ചൊല്ലുമ്പെങ്കിലും ഒരു നല്ല വേണാ വേണ്ടേ ചെന്നിട്ടു, അങ്ങനല്ലേ ഒരു വേണു ചെന്നിട്ടു. അല്ലാഹു തആല ശുക്റുള്ള മനസ്സ് തരട്ടെ, നല്ല നന്ദിയുള്ള മനസ്സ്. ഒരാൾ നമുക്ക് ഒരു ഉപകാരം ആക്കിയെങ്കിൽ ആ ഉപകാരം എപ്പോഴും നെനപ്പ് വെച്ചിട്ട് അതിലോട്ട് നന്ദി കാട്ടണു. ആ മനസ്സുണ്ടാ. പിന്നെ ദുനിയാവിൽ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല ഇത് കിട്ടിയിട്ടില്ല നിങ്ങൾ ബേജാറാക്കണ്ട, നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് അർത്ഥാട്ട് ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്തു. മാപ്പിൾടൊട്ടിಗೆ ശുക്ർ കാട്ട പെഞ്ഞയുടെ മനസ്സ് വേണു, പെഞ്ഞയുടൊട്ടിಗೆ ശുക്ർ കാട്ട മാപ്പിളുടെ മനസ്സ് വേണു. അല്ലാഹു നങ്കും അങ്കല്ല അല്ലാഹു തരട്ടെ. അതിനല്ലേ മാപ്പിളുടൊട്ടിಗೆ നന്ദി കാട്ട കൃതജ്ഞത കാട്ട പെഞ്ഞയ്ക്ക് അങ്ങനത്തെ ഒരു മനസ്സ് വേണം. എന്താ കാരണം മാപ്പല ചൊന്നെങ്കിൽ അത്തരം കഷ്ടപ്പെട്ടിട്ട് പെഞ്ഞയുടെ മക്കളും ബൽത്തറയില്. അപ്പൊ പെഞ്ഞയ്ക്ക് മാപ്പിളുടൊട്ടിಗೆ ശുക്ർ വേണു, അങ്ങനത്തെ മനസ്സ് വേണു. ഇത് മാപ്പിളമാരുടെ ഒട്ടിಗೆ ശുക്ർ മാത്രമേ ആവാല. പിന്നെ പെഞ്ഞയി അല്ലാ ഇടി പോലും ജാവുകും മാപ്പിളಗೆ മേനായിട്ട് ഔത്ര ഉൽക ತೊಂದರ ಉಲು പെഞ്ഞയി ತೊಂದರ ಉಲು അടുപ്പുകാരലും അല്ലാണ്ട് ഔത്ര ഉൽക ತೊಂದರ ಉಲು. അവൾ ತೊಂದರದ കാണുമ്പോ കണ്ണിൽ തണ്ണി വന്നുകൊണ്ടു. ആ ഔത്ര ഉൽക 24 ഗಂಟೆ ತೊಂದರ പെഞ്ഞയിടൊട്ടിಗೆ നല്ല ശുക്ർ കാട്ട മനസ്സുള്ള മാപ്പിളയുടെ മനസ്സാവണു. ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്തു അത് നിങ്ങൾ കിട്ടിത്ത എല്ലാം നിങ്ങൾ കിട്ടിയ പോലെ. പിന്നെ അത് കിട്ടിയിട്ടില്ല ഇത് കിട്ടിയിട്ടില്ല ടെൻഷൻ ആക്കണ്ട, എല്ലാം കിട്ടി. ശുക്റുള്ള മനസ്സ്. താജുൽ ഉലമയുടെ ഞങ്ങൾ റബീഉൽ ആഖിർ ബറ അനുസ്മരിക്കോ. കാരണം എന്തേ? താജുൽ ഉലമ തങ്ങളൊട്ടിಗೆ നമുക്ക് വലിയ കടപ്പാടുണ്ട്. ആ കടപ്പാട് ഞങ്ങൾ കാട്ടിയോണ്ടുള്ള അത് ശുക്റുള്ള മനസ്സ്. ആ മനസ്സുണ്ടാ ഞങ്ങൾക്ക് ദുനിയ ഖൈറ ദുനിയ വ ഖൈറൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും വെച്ച് ഏറ്റവും ഖൈറായത് നിങ്ങൾ കിട്ടിപ്പോയിട്ട് ഇനി വേറെ കിട്ടിയിട്ടില്ല ചെന്നുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആക്കിരണ്ട. അത് കിട്ടിയമേ 4 ബസ്ത കിട്ടിയമേ അത് കിട്ടിയില്ല നിങ്ങൾ വിചാരിച്ചേമേ അത് കിട്ടിയിട്ടില്ലേ. നിങ്ങൾ എത്ര BMW പോയെങ്കിലും ഒരു കാര്യമില്ല, നിങ്ങൾ എത്ര വലിയ ഔത്തുല് തെച്ചെങ്കിലും സമ ഒരു കാര്യവും ഇല്ല. ഈ 4 ബസ്ത നിങ്ങൾ കിട്ടിറ നിങ്ങൾ എല്ലാം കിട്ടിയ പോലെ. ഈ 4 കിട്ടാട്ടെ ബാക്കി എല്ലാം കിട്ടിറ എന്നും കിട്ടാത്ത പോലെ. ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്നിട്ടു. മൂന്നാമതായിട്ട് ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്നു വബദനുൻ സ്വാബിറൂ, നല്ല സബറുള്ള തടി വേണു. സബറെടുക്കുക ഗൊന്തുള്ള തടി, നല്ല സബറെടുക്കിട തടി വേണു. പാലക്കാറ അല്ലാഹുടെ ദീനയുടെ സംഘടനയുടെ മീറ്റിംഗ് പോണു. മീറ്റിംഗിൽ ചിലപ്പോ എന്തെങ്കിലും ചർച്ച നടക്കൂ. എപ്പോഴും നിക്ക് മീറ്റിംഗിൽ പോയത് കൊണ്ട് കൊസി കിട്ടണോണ്ടില്ല. ചിലപ്പോ നീ ചൊന്ന അഭിപ്രായം അവിടെ ബാൻഡാട്ട് ബൈക്കൊണായി വരൂ. ಅದರ പേരിൽ നെക്സ്റ്റ് മീറ്റിംഗ് ഓണ്ട കാണ്ടില്ല, ഈ ഗോണട കാണ്ടില്ല. എന്തേ കാരണ കല്ഞ്ഞ മീറ്റിംഗിൽ നന്റെ പൽക്കത്തുക ബല വെച്ചിട്ടില്ല. അങ്ങനെ ആവുക ഒരു മീറ്റിംഗ് പോയിട്ട് അണ്ട് ഓണ്ട പൽക്കത്തുക ബല വെച്ചില്ല. പിന്നെ പിന്നത്തെ മീറ്റിംഗ് ഓണ്ട കാണ്ടില്ല. അങ്ങനെ ആവണ്ട, പൽക്കത്തുക ബല ബൈക്കുകല്ലേ. എല്ലാരും സേരിട്ട് ചർച്ച ആക്കിയിട്ട് അത് സമുദായത്തുക ഖൈറുണ്ടായെങ്കിൽ
പാസ്സാവിടൂ, ഇല്ലാണ്ടായെങ്കിൽ പാസ്സാവില്ല. കാരണം അത് സംഘടനായിട്ട് ഇവിടെ ഓർത്ത അല്ല. അപ്പൊ നല്ല സ്വബറുള്ള തടി വേണു. അതല്ലേ ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്ന് നല്ല സ്വബറുള്ള തടിയും താ അവണുകെല്ലാം കിട്ടിയ പോലെ ഞാൻ ഇപ്പൊ നിങ്ങളെ ഈ ബലാലുക വാളുക പറയുമ്പോ ഉജിർത്തിൽ അതാ ബെൽത്തങ്കടിൽ നാനൊരു ഔത്തുക പത്തിട്ട് അവിടെ നിസ്കരിച്ചിട്ട് ദുആർന്നിട്ട് വന്നു. സുബ്ഹാനല്ലാഹ്. വേണൂർ പരിസരത്തുള്ള ഞങ്ങളെ അബ്ദുൽ ഹമീദ് സഖാഫി അയാളെ പൊതുറ അകായിട്ട് കിടത് കൊറിയ മൂന്നോലു അയാളുടെ പെണ്ണയുടെ ഉമ്മ മൗത്തായിട്ട് അല്ലാഹു തആല ആ പെണിങ്ങും ഈ സദസ്സിൽ വെച്ചിട്ടുള്ള ഞങ്ങളെ ഉമ്മ ബാപ്പമാര് ഞങ്ങളെ ഔത്തറങ്ങ കുടുംബത്തങ്ങ ഇഷ്ടപ്പെട്ടങ്ങ ആരെല്ലാം എവിടെല്ലാം മറിച്ചിട്ട് കിടന്നിറാറ ഈ റായത്തങ്ങ എവിടെല്ലാം മറപ്പെട്ട് കിടന്നിറാറ എല്ലാരും അല്ലാഹു സ്വർഗത്തില് മഹാന്മാരൊട്ടിಗೆ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആ പെണിങ്ങ മൗത്തായ എങ്ങനെ സുബ്ഹാനല്ലാഹ് എന്തൊരു സബർ വേണു. ഞാൻ ഇയാളൊട്ട ചൊന്നേ ഞാനതാ ഇന്റെ ബലാലുക വാളുക പോകുമ്പോ അവിടെ ഒന്ന് പത്തിട്ട് ദ്വാർന്നിട്ട് പോണ്ടേ. അപ്പൊ അയാൾ ചൊത്തു ഉസ്താദേ നല്ല വിഷയ, പക്ഷേ ഒരു 2 മിനിറ്റ് ഔത്രങ്ങ ഒരു സബറെടുക്കുക ഒരു ഉപദേശം കൊടുക്കണു ഉസ്താദേ. സുബ്ഹാനല്ലാഹ്. ആ ഔത്തുറപ്പിത്തിൽ അതേ മറ മുറിക്കുകനായിട്ട് സ്വർത്തറങ്ങ വന്നിറാറ്. അല്ലാ ഈ പെണിങ്ങ അന്യ ബെത്തല എടുക്കുകനായിട്ട് പോയോ. ആ ബെത്തല എടുക്കുകനായിട്ട് പോയപ്പോ മേല് മറ മുറിച്ചോണ്ടിന്നത് ആ മറുത്ത പീസ് തലക പൂന്തു. അവിടമേ ഒരു ചെറിയ കൊറിയ സെക്കൻഡ് കലഞ്ഞ സാർത്ത് ആ പെണിങ്ങ മൗത്തായി പോയിട്ട് ആ പെണിങ്ങ വഫാത്താവുമ്പോ മരിക്കുമ്പോ അയിമട മാപ്പല മൈക്കാലത്തെ ഹോസ്പിറ്റൽ മേജർ ഓപ്പറേഷന് വേനായിട്ട് കിടന്നത്. സുബ്ഹാനല്ലാഹ്. ഇന്റെ നാണങ്ങൾ ഔത്തുക പോയപ്പോ അയാളതാ ദുഃഖത്തിലു ചൊല്ലു ഉസ്താദേ നന്റെ പെഞ്ഞയുടെ മയ്യത്ത് നോക്കുക നണ്ടുകൊണ്ടായില്ല. മേജർ ഓപ്പറേഷൻ ആക്കിയിട്ട് ഞാൻ അവിടെ എത്ര 4 അഡ്മിറ്റായി പോയ ഡിസ്ചാർജ് ആക്കുക ആയില്ല. ആകസ്മികമായിട്ടുള്ള മറിപ്പല്ലേ, ആരും നിരിക്കാത്ത മറിപ്പ് സീക്കെന്തുമില്ല. ഇണ്ട് ഞാൻ അവിടെ ഇക്കുമ്പോ ആ ഔത്രയിൽ അയിമട മാപ്പല ചൊന്തു നിങ്ങളെ വാല് ചൊന്നെങ്ക ഒലുകു ഭാരി ഇഷ്ട. ഏത് ടൈമിലും നിങ്ങളെ വാല് കേട്ടോണ്ടിക്കുവാല് ജാവു ഉറങ്ങുമ്പോലും നിങ്ങളെ വാലേ കേട്ടോണ്ടിക്കട നല്ല ബയസുണ്ടാ പെണിങ്ങു. അല്ലാഹുവേ നീ സ്വർഗ കൊടുക്കു റഹ്മാനേ. പിന്നെ പാടം ചൊന്തു കാറുക പത്തിയെങ്കിൽ നിങ്ങളെ വാലേ ബൈക്കിടോ, എപ്പോലും നിങ്ങളെ വാലേ കേക്കിടോ. അപ്പ നാ ചൊന്ന് അങ്ങനെ നന്റെ വാലെപ്പോലും കേക്കിടത് കൊണ്ടല്ലേ ആ ഒരു പിർസ അല്ലാഹുബേനായിട്ടുള്ള പിർസായത് കൊണ്ടല്ലേ ഇപ്പൊ നാണ് നിങ്ങൾ ഔത്തുക വന്ന് ടൈമുകബേനായിട്ട് ദ്വാർന്നോണ്ടുള്ളോ. പാടം ഔത്തറങ്ങ ഒരു മുസഹഫ് കോന്നിട്ട് നന്റെ കയ്യിൽ തന്നാറ് ഒരു പലേയ മുസഹഫ്. ഉസ്താദേ ഇത് ഉമ്മ ഓതിയോണ്ടിന്ന മുസഹഫ്. ഏത് ടൈമിലും കയ്യിൽ ഈ മുസഹഫ് കാണൂ. ഒരു പലേയ മുസഹഫ് എത്രമാ കാലത്തിലോട്ട് ഈ മുസഹഫ് കൈയുടെ തപ്പിട്ടിക്കാല എപ്പോഴും ഈ മുസഹഫ് കയ്യിൽ പിടിച്ചിട്ട് ഖുർആൻ ഓതിയോണ്ടിണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. ഈ കുരി റബീഉൽ അവ്വൽ വരുമ്പോ പാടം ഔത്തറങ്ങ ചൊന്നാറ് ഉസ്താദേ സ്വലാത്തറ കിതാബങ്ങ ബാരല്ല ഇന്നെങ്കിലും ഞങ്ങളൊട്ട ചൊന്തു ഉമ്മ ഈ കുരി റബീഉൽ അവ്വൽ നക്ക് പുതിയ സ്വലാത്ത് കിതാബ് വേണു. അങ്ങനെ പുതിയ സ്വലാത്ത് കിതാബ് ആറാബിത്തോട്ട് വന്നപ്പോ അതും എടുത്തു വെച്ചിട്ട് റബീഉൽ അവ്വൽ അതിൽ സ്വലാത്ത് ചൊല്ലുകവേനായിട്ട് അൽഹംദുലില്ലാ നല്ല മരിപ്പ് കിട്ടിയിട്ട് പക്ഷേ നാ ചൊന്നോണ്ടുള്ളൂ. എന്തൊരു ദുഃഖത്തെ സന്ദർഭല്ലേ. മാപ്പിളകെ പെഞ്ഞ ജി ഹയാത്തിൽ നിന്നിട്ട് പോലും സ്വന്തം പെഞ്ഞയുടെ മയ്യത്ത് നോക്കാത്ത രൂപത്തിൽ ആ പെഞ്ഞയി മറിച്ചു പോയോ. അല്ലാഹു സ്വർഗ കൊടുക്കട്ടെ, ആ കുടുംബത്തിന് വലിയ ക്ഷമ കൊടുക്കട്ടെ. പക്ഷേ അയാൾ ചൊന്തു ഉസ്താദേ ഞാനിങ്ങനെ സബറെടുത്തോണ്ടുള്ള നാ ചൊന്ന സബറെടുക്കണോ. ബദനുൻ സാബിറൂൻ നല്ല ക്ഷമിക്കണം പോലത്തെ തടി ഒരാൾക്ക് കിട്ടിത്ത ഖൈറ ദുനിയാ വൽ ആഖിറ. ദുനിയാവിൽ വെച്ചിട്ടും ആഖിറത്തിൽ വെച്ചിട്ടും എല്ലാ ഖൈറായത് അല്ലാഹു അയാൾക്ക് കൊടുത്തു
കൊടുത്തു കേട്ടോ. നല്ല ക്ഷമ വേണു. ഇത് ചൊന്നു പിന്നെ ദാവൂദ് നബി അലൈഹിസ്സലാം നാലാമതായിട്ട് ദാവൂദ് നബി അലൈഹിസ്സലാം ചൊല്ലു വസൗജത്തും മുഅ്മിന. ഓ മുഅ്മിനീങ്ങളെ, നല്ല മുഅ്മിനത്തായ ഒരു പെണ്ണയുടെ കിട്ടിത്താ, ഈമാനുള്ള പെണ്ണയുടെ കിട്ടിത്താ, എങ്കിൽ ദുനിയാവും കിട്ടിത്ത് ആഖിറവും കിട്ടിത്ത്. ഇക്കട്ടെ നാ ചൊന്ന വിഷയം മറക്കണ്ട. നാ ചൊന്നോട്ട് വന്നു ഈ ഞങ്ങളെ മുന്നോല് കൽഞ്ഞു പോയ എല്ലാ മഹാന്മാർ അങ്ങെല്ലാരും വലിയ വലിയ സ്ഥാനത്ത് എത്തുകൊള്ള കാരണം എന്തോ? കാരണ അങ്ങനെ ജീവന അങ്ങനെ ആയിട്ടിന്ത്, അങ്ങനെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിട്ടിന്ത്, അങ്ങനെ ജീവന അങ്ങനെ ആയിട്ടിന്ത്, അങ്ങനെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിട്ടിന്ത്. അല്ലാഹു തആല അതരെ മാതരിയാക്കും. അല്ലാഹു ഞങ്ങളെ തൗഫീഖ് തരട്ടെ. ഒരു ആമീൻ ചൊല്ലണം നോക്കാം. അല്ലാഹു അത് മാതരിയാക്കിട്ട് ജീവിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങ വിളിച്ചെങ്കെന്തോ അങ്ങ് പറയാല്ലേ, നാനേ വിളിക്കട നാ വിളിച്ചങ്ങ് പറയാണ്ടിരിക്കാലല്ലേ. അങ്ങനെ ചെമ്മ സംഘാടകർ അങ്ങനെ ഉണ്ട്. നിങ്ങൾക്കെല്ലാം നല്ല വിനയ തവാലെല്ലാം ഉണ്ടായെങ്കിൽ നിങ്ങളെല്ലാം സ്റ്റേജിലേ ദയിക്കണ ഉസ്താദുമാരല്ലേ. ഉസ്താദുമാർ സ്റ്റേജിൽ ദയിക്കാണ്ട് പിന്നെ സ്റ്റേജിൽ ദയിക്കണേ. അള്ളാഹു താല ആ ഉസ്താദ്മാർക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു ചെമ്മ കാല ഇൽമു ചൊന്നു കൊടുക്കുകയും ഇൽമു പഠിക്കുകയും പഠിപ്പാട്ടും എല്ലാം അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങളുടെ മക്കളെല്ലാം അല്ലാഹു തആല വലിയ ആലിമീങ് ആക്കി തരട്ടെ, സ്വാലിഹീങ് ആക്കി തരട്ടെ. ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്നു നാലാമത്തെ സ്വഭാവം എന്താ? നിങ്ങൾ സൗജത്തുൻ സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണയുടെ കിട്ടിത്താ. അവനക്ക് ദുനിയാവിലെല്ലാം കിട്ടി, ആഖിറത്തിലെല്ലാം കിട്ടി. മുഞ്ഞാണ്ട് ഞാൻ ഒരു 4 ഉംറത്ത് വേനായിട്ട് പോയപ്പോ അവിടെ ദമാമുലുണ്ട്. ഞങ്ങളെ വലിയ പിറസപ്പെട്ട രാജാർ അല്ലാഹു തആല അയാൾക്കും അയാളെ കുടുംബത്തും അല്ലാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അയാളുടെ ഔത്തുലായിട്ട് തുറന്നാളിന് അതിച്ച്. അപ്പൊ അയാളിങ്ങനെ എയർപോർട്ട് അയാളെ വലിയ കാറ് കോന്ത കാറിലിങ്ങനെ പോകുമ്പോ അയാളിങ്ങനെ ഒരു തമാശ ചൊന്തു ഇങ്ങനെ വിഷയം ചൊന്നോണ്ടിരിക്കുമ്പോ ഉസ്താദ് ഞങ്ങളൊരു ഫാമിലി ഡോക്ടർ ഉണ്ട് ഇവിടെ. നോക്കുമ്പോ അങ്ങ ഈജിപ്ത് ഇറങ്ങ എവിടെമ ചൊന്തു. അങ്ങനെ ഫാമിലി ഡോക്ടർ മുട്ട ഇങ്ങനെ ഞങ്ങളെ ഫാമിലിക്ക് ട്രീറ്റ്മെന്റ് വേനായിട്ട് പോയപ്പോ മക്ക എത്തരാണ്ടല്ല കേട്ട അപ്പറ ഇത്തര മക്കാണ്ടല്ല ചൊന്തു. മക്ക എന്തിറാക്കിയ ഉള്ളാറ് ചൊന്നപ്പ അൽഹംദുലില്ലാ. പിന്നെ മക്കെല്ല പഠിച്ചോണ്ടുള്ളാറ് ചൊന്തു. അതര പിന്നെ നാ കേട്ടെ ഹസ്ബൻഡ് എവിടെ ഉണ്ട് കേട്ടെ, മാപ്പിള എവിടെ ഉണ്ട്. അപ്പൊ എടുത്ത വായി കൈമ ചൊന്തു അൽഹംദുലില്ലാ മാഷാ അല്ലാ ത്വലാഖ്. എടുത്ത വായി കൈമ ചൊന്തു അൽഹംദുലില്ലാ മാഷാ അല്ലാ ത്വലാഖ് ചെന്നെങ്കില് അൽഹംദുലില്ലാ മാപ്പിളയുടെ ഇടങ്ങേറെന്തും ഇല്ല, ത്വലാഖായിട് അൽഹംദുലില്ലാ മാഷാ അല്ലാ. നോക്കറ നിങ്ങൾ അൽഹംദുലില്ലാ ചൊന്തു മാഷാ അല്ലാ ചൊന്തു. എന്തേ കാരണം? മാപ്പിളയുടെ ഇടങ്ങേറെന്തില്ല. ഇപ്പൊ ത്വലാഖായിടുണ്ട്. ത്വലാഖ് തന്നെ ഞങ്ങളുടെ പ്രായത്തിലുള്ള ഭയങ്കര ബേജാറുടെ വിഷയ, അയിമുഖ ഭയങ്കര സന്തോഷത്തെ വിഷയ. ഇത് മാപ്പിള അത്ര ഇടങ്ങേറായിട്ട് ഇന്ത് കണ്ട്, മാപ്പിള അത്ര ഉപദ്രായിട്ട് ഇന്ത് കണ്ട്. സൗജത്തുൻ സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണെ കിട്ടിയിട്ടുണ്ട് കണ്ടെങ്കിൽ ദാവൂദ് നബി അലൈഹിസ്സലാം ചൊന്തു ഖൈറദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലെ ഏറ്റവും ഖൈറായത് കിട്ടിത്ത്, ആഖിറത്തിലെ ഏറ്റവും ഖൈറായത് കിട്ടിത്ത്. മുഅ്മിനീങ്ങളെ നാ ചൊന്നോട്ട് വന്നോ മഹാന്മാരെ മാതരിയാക്കിട്ട് ജീവിക്കുമ്പോ ആ മഹാന്മാരെ നങ്ങ മുറുകെ പിടിക്കണു. ആ മഹാന്മാര് കാട്ടിത്തന്ന തെരുലേ പോണു. മഹാന്മാരെ നങ്ങ പിറുസവയ്ക്കണു. എന്തേ കാരണ? ആ മഹാന്മാരൊട്ടിಗೆ നങ്ങ ഒന്ന് സ്വർഗത്തില് കൂടണു. താജുൽ ഉലമ തങ്ങളെ അനുസ്മരിക്കട സദസ്സല്ലേ ഇത്. ഏറ്റവും കൂടുതൽ തങ്ങളെ അനുസ്മരിക്കുക കടപ്പെട്ടങ്ങ ആറ് കർണാടക തങ്ങ ആയ നങ്ങ അല്ലേ. എന്തേ കാരണ? AP ഉസ്താദ് താജുൽ ഉലമ തങ്ങളെ ಬಗ್ಗೆ എഴുതിയത് ನಾನು ഓതിയത് ഞാനിപ്പ ನೆನಪಾക്കിയോണ്ടുള്ള താജുൽ ഉലമ തങ്ങ സമസ്തത്തെ മുഷാവറത്തുക പത്തിയ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും മീറ്റിംഗ് പോയോണ്ടിന്നില്ല. ഇടക്കിടക്ക് മാത്രം മീറ്റിംഗ് പോയോണ്ടിന്ത്. അപ്പമാ തങ്ങളൊട്ടിക എന്തേ തങ്ങളെ ഇടക്കിടക്ക് ബണ്ടോ ഇതാ നിങ്ങ എല്ലാ മീറ്റിംഗും വരണു. നിങ്ങളെ ഞങ്ങൾക്ക് അഗത്യ ഉണ്ട് ചൊന്നിട്ട് വിളിക്കുമ്പോ തങ്ങ ചൊന്തുല നാന് ബരണുಂಟೆ ആയ
എങ്ങനെ ബണ്ട് ಅದರ പിന്നെ തങ്ങ ഒരു മീറ്റിംഗും മിസ്സാക്കിയിട്ടില്ല. പക്ഷേ ನಾನು ഇടക്കിടക്ക് മാത്ര ಬರಗುಳ್ಳೋ ಕಾರಣ നാനുല്ല ഉള്ളാളത്തിൽ നക്ക് ദർസുണ്ടല്ലേ നണ്ട നിരീക്ഷിച്ചിട്ട് എത്രമാ മുത്തഅല്ലിമീങ്ങ അവിടെ ഉള്ളാറ്. ആ മുത്തഅല്ലിമീങ്ങളെ ദർസ് മുടങ്ങിപ്പോവണ്ട. ഒന്നാമത്തെ കാരണം അത്. രണ്ടാമത്തെ കാരണം എ.പി. ഉസ്താദ് ചൊല്ലത് കണ്ട്. രണ്ടാമത്തെ കാരണം താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങ ചൊന്തുല. കർണാടകത്തിലെ ನಾನು എത്രമാ ഉത്തരവാദിത്വ നക്കുണ്ടു. അവിടെ എല്ലാ വിഷയവും ನಾನು നോക്കണു. അതുകൊണ്ട് ചിലപ്പോ നക്ക് കേരളത്തിക്ക് ബറുകായോണ്ടില്ല. നിങ്ങൾ നോക്കറുല ഹയാത്ത് കാലത്തില് ഒരു പുരുഷായുസ് ഫുള്ളായിട്ട് യാര ഞങ്ങളെ കർണാടകത്തിക്ക് ബേനായിട്ട് ചെലവാക്കിയിട്ട് ഇണ്ട് കർണാടകത്തെ വലിയ വലിയ ആലിമീങ്ങളെ എടുത്തു നോക്കറു. നിങ്ങ താജുൽ ഫുഖഹാഖ് ബേക്കൽ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ഇണ്ടുള്ള ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ മാണി ഉസ്താദ് സമേതഉള്ള വലിയ വലിയ മഹാന്മാർ അങ്ങെല്ലാരും താജുൽ ഉലമ തങ്ങളെ ശിഷ്യായിട്ട് ഇന്നില്ലേ. അപ്പൊ ഇണ്ടത്തെ കർണാടകത്തെ ആലിമീങ്ങ ഒന്നാ തങ്ങളെ നേരെ ശിഷ്യന്മാര്, അല്ലെങ്കിൽ ശിഷ്യന്മാരെ ശിഷ്യന്മാര്, അല്ലെങ്കിൽ ശിഷ്യന്മാരെ ശിഷ്യന്മാരെ ശിഷ്യന്മാർ. ആ തങ്ങളെ ആയുസ് ഫുള്ളായിട്ട് യാറും ചെലവാക്കിയോ ഞങ്ങളെ കർണാടകത്തുക ബേനായിട്ടിക്കിട്. അതുകൊണ്ടല്ലേ ആ തങ്ങ തുറന്നു തറാത്ത പള്ളിങ്ങ ബാരി കൊറോടി ഞങ്ങളെ റായത്തില് തങ്ങ ഉദ്ഘാടന ആക്കാത്ത മദ്രസങ്ങ ബാരി കൊറോടി ഇല്ലാണ്ടേ ചൊല്ല. ഇല്ലാത്തത് കൊറിയ മാത്രമായിട്ടിക്കും. അതുകൊണ്ടായിട്ടിക്കടി ഇല്ലാണ്ടേ ചൊല്ലാണ്ട് ചൊന്നു. ഇതുപോലെ തങ്ങ ഉദ്ഘാടന ആക്കാത്ത ഉറൂസ് കാര്യക്രമ ഇന്നില്ല. സ്വലാത്ത് വാർഷിക കാര്യക്രമ ഇന്നില്ല. അതുപോലെ പള്ളിക്ക് തങ്ങ കുറ്റിയടിക്കാത്ത ഏത് പള്ളി ഉള്ളൂ ബെരലണിക്ക് എഷ്ടു മാത്ര ഇക്കൂണ്ടല്ലാണ്ട് യാറത്തതും തങ്ങ കുറ്റിയടിച്ചിട്ട് ശിലാന്യാസാക്കിയ പള്ളിങ്ങമേ. ആ ഒരു താജുൽ ഉലമ തങ്ങ കാട്ടിയേ ആ വലിയ ആദർശം ഉണ്ടല്ലേ. SSF ബാലക്കാറുകളെ ഞങ്ങളെ ലൈഫിലും ഞങ്ങൾ കാട്ടണു. ആ ആദർശത്തുക ബേനായിട്ട് പ്രവർത്തിക്കണു. ആ സംഘടനക ബേനായിട്ട് പ്രവർത്തിക്കണു. അത് നല്ല ഇഖ്ലാസോടുകൂടെ പേരുക പ്രശസ്തിക ബാരെന്തുമല്ല നണ്ട റബ്ബടെ പൊരുത്തത്തുക ബേനായിട്ട് മാത്ര ഈ സംഘടനയിൽ പ്രവർത്തിച്ചാറാ ദുനിയാവും ആഖിറവും കിട്ടിപ്പോയിട്ട്. ഞാൻ എന്തിಗೆ സംഘടനയിൽ പ്രവർത്തിക്കടോ താജുൽ ഉലമയുടെ പിർസ വെച്ചിട്ട് മറുപടി അതായിട്ടിക്കണോ. എന്തിಗೆ നീ SSF താജുൽ ഉലമയുടെ മഹബത്ത് വെച്ചിട്ട് ആ താജുൽ ഉലമ തങ്ങളൊട്ടിಗೆ മഹബത്ത് വെച്ചെങ്കില് ഷെയ്ഖ് ജീലാനി തങ്ങളൊട്ടിಗೆ മഹബത്ത് വെച്ചെങ്കില് ഞങ്ങൾക്ക് എന്തേ കിട്ടുക പോണ്ടോ. അതുകൊണ്ടല്ലേ എത്ര എത്ര സംഭവം ഉണ്ട്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ചരിത്രത്തിൽ കാണ്ട് മൂസാ നബി അലൈഹിസ്സലാമുടെ ചരിത്രത്തിൽ കാണ്ട് മൂസാ നബി അലൈഹിസ്സലാമുടെ കാലത്തില് ഒരാള് മൗത്തായി പോയിട്ട് അപ്പ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമുക്ക് വഹി കടത്തിയ മൂസാ നബിയെ മാത വലിയും മിൻ ഔലിയായി നണ്ട ഔലിയാക്കന്മാരിൽ പെട്ട ഒരു വലിയ മൗത്തായിർ മൂസാ നബിയെ. അതുകൊണ്ട് ഫഗ്സിൽഹു നിങ്ങ പോയിട്ട് നിങ്ങളെ കൈ കൊണ്ടിട്ടു ആ വലിയുടെ മയ്യത്ത് കുളിപ്പാട്ടണോ. അണ്ട് മൂസാ നബി അലൈഹിസ്സലാമുടെ കാലത്തിൽ ഒരു മൗത്തായപ്പ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു തആല വഹി കടത്തി മാത വലിയും മിൻ ഔലിയായി ഫഗ്സിൽഹു നണ്ട ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയ മൗത്തായുടെ മൂസാ നബിയെ അലൈഹിസ്സലാം നിങ്ങ പോയിട്ട് ആ വലിയുടെ നിങ്ങളെ കൈ കൊണ്ടിട്ട് മയ്യത്ത് കുളിപ്പാട്ടണോ. ഫജാഅ മൂസാ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാം ആ മയ്യത്തറ മുട്ട വന്നു നോക്കുമ്പോ എന്തൊരു സർപ്രൈസ് അല്ലേ, എന്തൊരു അതിശയല്ലേ. ആൽമാര് ഈ മയ്യത്തരെ കാട്ട ബൽച്ചറെ പക്കത്ത് ബൽച്ചെറിഞ്ഞിട്ടുള്ള മൂസാ നബി അലൈഹിസ്സലാം ഈ മയ്യത്തര കണ്ടപ്പ അല്ലാഹുടൊട്ട ചൊന്തു യാ റബ്ബ്, ഓ നണ്ട റബ്ബേ
അന്ത തസ്മഉ മഖാലത്തന്നാസ്, ഈ മയ്യത്തറ ಬಗ್ಗೆ ആൽമാർ ചൊല്ലത് കേക്കില്ലേ മൂസാ നബിയെ? റബ്ബേ, ആൽമാർ ഈ മയ്യത്തറ ಬಗ್ಗೆ എന്തെಲ್ಲ ചൊന്നോണ്ടുള്ളാറ് നീനേട്ടായെങ്കില നണ്ടട്ട് എന്തിനെ ചൊന്നു? ആ മയ്യത്തറ മുട്ട പോയിട്ട് നാനാ മയ്യത്തറ നന്റെ കൈകൊണ്ട് കുലിപ്പാട്ടണോണ്ടല്ലേ, അത് നിന്റെ ഔലിയാക്കന്മാരിൽ പെട്ട ഒരു വലിയണ്ടല്ലേ. നാന് നിന്റെ പൽക്ക കേട്ടിട്ട് ഇവിടെ വന്നിട്ട് നോക്കുമ്പോ അതേ ആൽമാരെല്ലാരും ആ മയ്യത്തര കാട്ട ബൽച്ചരുടെ പക്കത്തുക ബൽച്ചെറിഞ്ഞിടാറല്ലേ. അപ്പ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമടൊട്ടിಗೆಂತು മൂസാ നബിയെ ആൽമാർക്ക് അയാല ಬಗ್ಗೆ ഗൊന്തില്ലാത്തത് നക്ക് അയാല ಬಗ್ಗೆ ഗൊന്തു. അതുകൊണ്ട് നിങ്ങ ആ മയ്യത്തര കുലിപ്പാട്ടണോട്ട് നാ ചൊല്ലുക. കാരണ അതെന്തര ഗൊന്തുണ്ട മൂസാ നബിയെ? മരിക്കട ടൈമുലു 3 പൽക്ക ചൊന്നിട്ടായിട്ടിക്കിട് ആ മനുഷ്യ വഫാത്തായിട്ടുള്ളൂ. അയാത്ത കാലത്തില് ആൽമാരെല്ലാരും ചൊന്ന പോലെ ആ മനുഷ്യ അത്ര നല്ല മനുഷ്യന്തോ അല്ല. ലൈഫിൽ എത്രമാ തപ്പുങ്ങാക്കിട്ട് നടന്ന മനുഷ്യ. പക്ഷേ ആ മനുഷ്യയുടെ എൻഡിങ് പൊസിഷൻ ഉണ്ടല്ലേ, മരിക്കട ടൈമുലു 3 പൽക്ക പറഞ്ഞിട് 3 പൽക്ക ചൊന്നുറു. എന്നിട്ടായിട്ടിക്കട മനുഷ്യ മൗത്തായിടോ. അതിൽ 1ാമത്തെ പൽക്ക എന്തോ ആ മനുഷ്യ മരിക്കുമ്പോ നണ്ടട്ട ചൊന്തു, യാ റബ്ബി, ഓ നണ്ട റബ്ബേ, അന്ത തഅലമു അന്നി വഇൻ കുന്തു അർതദേ, നിക്കു ഗൊന്തുണ്ടല്ലേ റബ്ബേ, ഞാൻ എത്രമാ തപ്പാക്കിറ നിക്കു ഗൊന്തുണ്ടല്ലേ. അതേ ടൈമില് അതെല്ലാം ഇബ്ലീസിന്റെ ചതില് പെട്ടിട്ടായിട്ടിക്കിട നാനാ തപ്പാക്കിട്ട് പോയിടോ. വലാകിന്നി കുന്തു അക്റഹുഹാ ബിഖൽബി, നണ്ട മനസ്സിൽ നക്ക് സമാധാന ഇന്നില്ല. ആ തപ്പുങ്ങല എല്ലവും ഞാൻ എന്റെ മനസ്സുകൊണ്ട് വെറുത്തോണ്ടിന്ന് റബ്ബേ. പക്ഷേ ഞാൻ ഇത്തര തപ്പാക്കുള്ള കാരണം ആ തപ്പു ഞാൻ ഇഷ്ടപ്പെട്ടിട്ടല്ല. ഓ ബാലക്കാര, ഹറാമുടെ തൊട്ട് ദൂര പോണു, മഅസിയത്തര തൊട്ട് ദൂര പോണു. അതല്ലേ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ബുർദ ബൈത്തിൽ ചൊന്നതെന്തോ, ഫലാത റുംബിൽ മാസി കസ്റാ ശഹവതിഹാ ഇന്ന ത്വഅമ യുഖ ബിശഹവതൻ നഹീമി. ഒരു സ്വലാത്ത് ജോറു മദീനത്ത് ചൊല്ലറു നോക്കാം. മൗലായ സ്വല്ലി വസല്ലിം ദാഇ മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഓ മനുഷ്യ, നീനെ ഹറാമാക്കുമ്പോ, ഹറാമ് കാണുമ്പോ, ഹറാമുക നടന്നിട്ട് പോകുമ്പോ, ഹറാമായ ബിയാറ നിന്റെ കൽബുല് പുറത്തിട്ട് നടക്കുമ്പോ, ഫലാ തറുംബിൽ മഅസി കസറ ശഹവതിഹാ, ആ നിന്റെ ആസ തീർക്കണോ ചൊന്നിട്ട് നീനൊരു ഹറാമും ആക്കിറണ്ട. നിന്റെ ആസ നീന് തീർക്കണു ചൊന്നിട്ടൊരു ഹറാമും ആക്കിറണ്ട. ഇന്ന ത്വഅമ യുഖവ്വി ശഹവതൻ നഗിമി, സുവാദുള്ള തനസ്, ആ സുവാദുള്ള തനസ് എപ്പോഴും തിണ്ടോണ്ടിക്കുമ്പോ പാടെ തിന്നുക ആസവുള്ള മനുഷ്യടോ ഇൻട്രസ്റ്റ് കൂട്ടൂട്ടല്ലാണ്ട് കൊറടിയാക്കില്ല. അതുകൊണ്ട് ഹറാമ് നീനാക്കടത് നിപ്പാട്ടണോ മനുഷ്യ, അത് നീന് പിന്നായിട്ട് നീട്ടി വയ്ക്കണ്ട. എന്നിട്ട് ബൂസീരി ഇമാം അതര പിന്നത്തെ ലൈനിൽ ചൊല്ലു നോക്കറു. നിങ്ങളെ ഉമ്മമാരെ നിങ്ങ കണ്ടിട്ടില്ലേ? ഒരു കാലത്തില് നിങ്ങളെ ഉമ്മമാര് അമ്മിഞ്ഞിപ്പാല് നിങ്ങ കുടിച്ചോണ്ടിന്നില്ലേ, മുലപ്പാല് കുടിച്ചോണ്ടിന്നില്ലേ? ആ കുടിക്കിടതിരെ നിപ്പാട്ടിയത് എങ്ങനെ
എങ്ങനെ അത് കുടിക്കടത് നിപ്പാട്ടിയോ ഒരു കലിക മീത്തു അത് കിട്ടില്ല കണ്ടെങ്കിൽ ഏനംത ബുൽപ്പ് ബക്കാണ് ഈ കിടാവ് ബുൽപ്പിട്ടോണ്ടിന്നു പക്ഷേ ഇപ്പൊ നിങ്ങൾ ആരും ഉമ്മടെ മുലപ്പാല് കുടിക്കില്ലല്ലേ ഒരു കാലത്തിൽ നാനും നന്റെ ഉമ്മടെ മുലപ്പാല് കുടിച്ചിട്ട് വലിയ ഉണായവണല്ലേ ഇപ്പൊ നങ്ങാറും ഞങ്ങളെ ഉമ്മമാരെ മുലപ്പാല് കുടിക്കില്ലല്ലേ ഉസിരിമാം ചൊന്തു വന്നഫ്സു കത്തിഫലി ഇൻ തുഹ്മിൽഹു ശബ്ബഅലാ ബിർറളഇബഇ തഫ്തിമുഹു യൻഫതിമി മനുഷ്യയുടെ തടി എങ്ങനെ ചൊന്നെങ്കിൽ ഒരു ചെറിയ കോമ്പലയുടെ കിടാവുടെ പോലെ മനുഷ്യയുടെ തടി എങ്ങനെ ചൊന്നെങ്കിൽ കത്തിഫലി ഒരു കോമ്പലയുടെ കിടാവുടെ പോലെ ആ കിടാവുടെ പാലുകൂടി നിപ്പാട്ടില്ല കണ്ടെങ്കിൽ എത്ര വലിയ ഗോണായെങ്കിലും പാലുകൂടി നിപ്പാട്ടാല് അതുകൊണ്ടല്ലേ പണ്ടത്തെ പെണിങ്ങ അതേ കൈപ്പെല്ലാം തോത്തി പിടിച്ചിട്ട് മക്കളെ പാലുകൂടി നിപ്പാട്ടാറ് അല്ലെങ്കിൽ ഉമ്മടെ ഒത്തു കുട്ടിയോൻ പോയിട്ട് കിടാവിടെ കൊറിയ 4 ദൈപ്പാട്ടിട്ട് ഈ മാതാ പാലുകൂടി നിപ്പാട്ട് ഇതുപോലെ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ആക്കിയോണ്ടുള്ള ഹറാം അത് ഇണ്ടേ നിങ്ങൾ നിപ്പാട്ടൊറു ഇനി 4 നീട്ടി വയ്ക്കണ്ട നിപ്പാട്ടില്ല കണ്ടെങ്കിലും മരിക്കിടണ്ട് പോലും നിങ്ങൾ ആ ഹറാമാക്കിട്ടേ മരിക്കുവാറ് ഇണ്ടേ നിപ്പാട്ടൊറു നിപ്പാട്ടിയെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഹറാമുക പോവാല ഇല്ലാണ്ട് കണ്ടെങ്കിലാ മരിക്കട അണ്ട് പോലും എല്ലാ നാളും നിങ്ങളെ ലൈഫിലും ആക്കിയോണ്ടുള്ള ആ ഹറാം അതാക്കിട്ടേ നിങ്ങൾ മരിക്കുവാറത്തരേ ഈ മനുഷ്യ മരിക്കട ടൈമിൽ ചൊന്ന ഒരു പൽക്ക എന്തോ ഞാൻ ഹറാമാക്കിട സമ ഇബ്ലീസര ചതിൽ പെട്ടുപോയിട്ട് പക്ഷേ നന്റെ കൽബ് കൊണ്ടിട്ട് നാനാ തപ്പുകളെ വെറുത്തോണ്ടിന്നേ റബ്ബേ ഇനി മൂസാ നബിയെ അലൈഹിസ്സലാം ഈ മനുഷ്യ മരിക്കട ടൈമിൽ ചൊന്ന രണ്ടാമത്തെ പൽക്ക എന്ത്ര കൊന്തുണ്ടാ റബ്ബേ ഹറാമുക ആക്കിട്ട് നാന് ഫാസിഖീങ്ങളെ ലിസ്റ്റിൽ പെട്ടുപോയിട സമ അന്നി വഇൻ കുന്തു മിനൽ ഫസഖതി ബിർതികാബിൽ മആസി ഞാൻ ഹറാമുക ആക്കിട്ട് ഫസഖത്തിൽ പെട്ടുപോയിട സമ ഫാസിഖീങ്ങളെ കൂട്ടത്തിൽ പെട്ടുപോയിട സമ റബ്ബേ ഞാനത് ഒപ്പിയോട്ടുല്ലേ ഹറാമുക ആക്കി 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 ഞാൻ ഫാസിഖീങ്ങളെ കൂട്ടത്തിൽ പെട്ടുപോയിട സമ തെമ്മാടികളെ കൂട്ടത്തിൽ പെട്ടുപോയിട സമ പക്ഷേ നക്ക ഹയാത്ത് കാലത്തിലൊരു സ്വഭാവം റബ്ബേ ഈ മരിക്കട ടൈമിലും നക്ക് നിണ്ടൊട്ടോ ചൊല്ലുകൊള്ളേ ഒരേ ഒരു നല്ല തണ അത് മാത്ര പേരെന്തൊന്നൊക്കെ നിണ്ടയിൽ ചൊല്ലുകില്ല ഒരു നല്ല സ്വഭാവം മാത്ര നക്കിന്ത് അതെന്ത്ര കൊന്തുണ്ടാ വലാകിന്നൽ ജുലൂസ മഅസ്സാലിഹീന അഹബ്ബു ഇലയ്യ സ്വാലിഹീങ്ങളൊട്ടിಗೆ ദൈക്കിടെ ചൊല്ലത് നക്ക് വലിയ ഇഷ്ടമുള്ള വിഷയായിട്ടിന്ത് സ്വാലിഹീങ്ങളെ പേരിലുള്ള സദസ്സിൽ പോയിട്ട് ദൈക്കിടോ ചൊല്ലത് നക്ക് വലിയ ഇഷ്ടമുള്ളതായിട്ടിന്ത് താജുൽ ഉലമാ തങ്ങകോ റബീഉൽ ആഖിർ തിങ്ങളൊട്ടിಗೆ വലിയ ഗൗരവ ഇന്നല്ലേ എന്തേ കാരണ അത് ഔലിയാക്കന്മാരെ നേതാവ് വഫാത്തായ തിങ്ങളല്ലേ ശൈഖ് ജീലാനി തങ്ങ അതുകൊണ്ടല്ലേ താജുൽ ഉലമയുടെ ശിഷ്യന്മാരെ കൊന്തു ഉള്ള ആളത്തെ ദർസിൽ ഒരു പുതിയ കിതാബ് സ്റ്റാർട്ട് ആക്കുമ്പോ റബീഉൽ ആഖിർ ബറട്ടേണ്ട തങ്ങ കാത്തോണ്ടിന്ത് ശൈഖ് ജീലാനി തങ്ങളെ തിങ്ങൾ ബറട്ട് അണ്ട് ഞങ്ങൾക്ക് പുതിയ കിതാബ് സ്റ്റാർട്ട് ആക്കാ കാത്തോണ്ടിന്ത് താജുൽ ഉലമാ തങ്ങകോ തങ്ങളെ കാട്ടി വലിയ സ്വാലിഹീങ്ങളൊട്ടിക വലിയ ഗൗരവ അല്ലേ ഈ ആള് മരിക്കുമ്പോ റബ്ബടൊട്ട ചൊല്ലെ രണ്ടാമത്തെ പൽക്ക അയാള് വലിയാവകൂ കാലി 3 പൽക്ക കാരണ മരിക്കട ടൈമിലു അയാള് ചൊന്ന 3 പൽക്ക കൊണ്ടിട്ടു അല്ലാഹു അയാളുടെ വലിയുടെ സ്ഥാനത്ത് എത്തുപാട്ടിപ്പോയോ ഹയാത്ത കാലത്തിൽ എത്രമാ തപ്പ
തപ്പങ്ങ വന്നു പോയെങ്കിലും മരിക്കട ടൈമില് ചൊന്നുപോയ 3 പൽക്ക, ആ പൽക്ക കൊണ്ടിട്ട് ഔലിയാക്കളിൽ പെട്ടുപോയില്ലേ? അതിൽ രണ്ടാമത്തെ പൽക്കെന്തോ വലാകിന്നൽ ജുലൂസ മഅ സ്വാലിഹീന അഹബ്ബു ഇലയ്യ. റബ്ബേ ഞാൻ ചമ്മ ഹറാമുക നന്റെ ലൈഫിലാക്കിട്ടിക്കുവേ, പക്ഷേ സ്വാലിഹീങ്ങളൊട്ട ദൈക്കട ചൊന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടിന്ത്. ഉമ്മമാരെ, ഇണ്ടത്തെ ഈ സദസ്സില് ശൈഖ് ജീലാനി തങ്ങളെ ഭാഗ്യ തങ്ങ ചൊന്നുല്ലേ, താജുൽ ഉലമാ തങ്ങളെ ഭാഗ്യ ചൊന്നുല്ലേ? ഈ സദസ്സിൽ വെച്ചിട്ടുള്ള നിങ്ങ ആരും നിരാശ ആവണോട്ടില്ല. ചിലപ്പോ നണ്ട ആഖിറ സലാമത്താവൂ, നിങ്ങളെ ആഖിറ സലാമത്താവൂ. അല്ലാഹു ഈ സദസ്സ് റബ്ബുടെ ഔദാര്യ കൊണ്ട് കബൂലാക്കിയെങ്കിൽ ഈ ഒരു സദസ്സ് മെയ്യാവൂല്ലേ ഉമ്മ? ഞങ്ങളെ ആഖിറ സലാമത്താവൂ. അല്ലാഹു ഞങ്ങളെ എല്ലാ സദസ്സും അതകതക്കത്തെ കാരണവിടെ സദസ്സായിട്ട് റബ്ബ് ഞങ്ങളെ ഭാഗത്ത് കബൂലാക്കി തരട്ടെ. എന്നിട്ടോ മൂന്നാമത്തെ പൽക്ക എന്തോ അത് ചൊന്നിട്ടു നാൻ എന്റെ ഇണ്ടത്തെ വാല് നിപ്പാട്ടട്ടാ. മൂസാ നബി അലൈഹിസ്സലാം ചൊന്തു, മൂസാ നബിയുടെ ഒട്ടിಗೆ റബ്ബ് ചൊന്തു, മൂസാ നബിയെ ആ മനുഷ്യ മരിക്കുമ്പോ ചൊന്ന 3 പൽക്കത്തെ കൂട്ടത്തില് മൂന്നാമത്തെ പൽക്ക എന്തോ അതേ റബ്ബേ നാനാല് ബെടക്കായിട്ടിക്കുവേ, നാനാല് ഫാസിക്കായിട്ടിക്കുവേ. പക്ഷേ ലവിസ്തഖ്ബലനി സ്വാലിഹുൻ വഫാജിറുൻ, നന്റെ മുട്ട ഒരു നല്ല ആലും ഒരു ബെടക്ക് ആല് വന്നെങ്കിൽ, ഒരു സ്വാലിഹായ മനുഷ്യവും ഒരു തെമ്മാടിയായ മനുഷ്യ നന്റെ മുട്ട വന്നെങ്കിൽ, കുന്തു ഉഖദ്ദിമു ഹാജത സ്വാലിഹീൻ, ഞാൻ ഫസ്റ്റ് അവിടെ ആരെ ഉദ്ദേശ ഈടേരിക്കാക്കിയോണ്ടിന്ന് സ്വാലിഹായ മനുഷ്യയുടെ ഉദ്ദേശം എന്തോ അത് ഞാൻ ഫസ്റ്റ് തീർത്തു കൊടുത്തോണ്ടിന്ന്, അതര പിന്നെ മേ തമ്മാടിയായ മനുഷ്യയുടെ ഭാഗത്ത് ഞാൻ നീങ്ങിയോണ്ടിന്ന്. നക്ക് സ്വാലിഹീങ്ങളൊട്ട വലിയ ഗൗരവ ഇന്ത്, വലിയ പിർസ ഇന്ത്, വലിയ ബഹുമാന ഇന്ത്. ഞാൻ ചൊന്നോട്ട് വന്നു. ആ 3 പൽക്ക മരിക്കട ടൈമില് ചൊന്നതുകൊണ്ടിട്ടു അല്ലാഹു തആല ആയാൽ മരിക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാം കടത്തിയ വഹി എന്തോ, മൂസാ നബിയെ മാത വലിയും മിൻ ഔലിയായി, നന്റെ ഔലിയാക്കൽപ്പെട്ട ഒരു വലിയ മൗത്തായിട് മൂസാ നബിയെ ഫഗ്സിൽഹു, അതുകൊണ്ട് നിങ്ങ പോയിട്ട് ആ മയ്യത്ത് നിങ്ങളെ കൈ കൊണ്ട് കുളിപ്പാട്ടൊറു. അപ്പൊ സ്വാലിഹീങ്ങളെ നെനപ്പാക്കിടത് ചൊല്ലത് ചെറിയ വിഷയ അല്ല, സ്വാലിഹീങ്ങളെ സദസ്സിൽ പോയിട്ട് ദയിക്കിടത് ചൊല്ലത് ചെറിയ വിഷയ അല്ല. ആ മഹാന്മാരെ നെനപ്പാക്കിടതര ബർക്കത്തുകൊണ്ട് അങ്ങലൊട്ടിಗೆ സ്വർഗത്തിൽ കൂടും. റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ನನ್ನ ಮುഅ്മിനീങ്ങ ഒന്ന് ദച്ചൗട്ര ഔടമേ ഒന്ന് എൻതിനിക്കിടാറാ. റബീഉൽ ആഖിർ തിങ്ങളല്ലേ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ ഔലിയാക്കര ഗട്ടി പിടിക്കറൂ. എന്തിಗೆ ഗട്ടി പിടിക്കണോ? മരിക്കുമ്പോ ഈമാനോടെ മരിക്കണോ. ഞങ്ങളെ മരിപ്പു എപ്പ ഞങ്ങളെ തേടിട്ട് വണ്ടിട്ട് ചൊല്ലുകാവൂല്ല. ഞങ്ങളെ റായത്തങ്ങ എത്ര മാൽമാറ് ഞങ്ങളെ കാട്ടി മുന്നോലു മറിച്ചു പോയിട്ട് കബറിലു കിടന്നില്ലേ. ഇനി ബണ്ടകൂരി റബീഉൽ ആഖിറിന്റെ പ്രോഗ്രാമുലു ഞങ്ങളെ പൈക്ക് എത്ര ആൽമാരി സദസ്സിൽ കിടാറിട്ട് ചൊല്ലുക ധൈര്യ ഉള്ള ഗ്യാരണ്ടി ഉള്ള ആണിങ്ങ ഉള്ളാറാ പെണിങ്ങ ഉള്ളാറാ. ഈ സദസ്സിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് റബ്ബോടൊട്ട ദുആർക്ക. അല്ലാഹുവേ ഈ ബറക്കത്തുള്ള മജ്ലിസിലെ പവർ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് താ അല്ലാഹ്. പക്ഷേ മരിക്കുമ്പോ ഒരു തൗബാക്കൊരു ചാൻസ് കിട്ടണ്ടേ ബാപ്പാ. എത്രല്ല ബെടക്ക് ആക്കി വെച്ച
എത്രല്ല തപ്പുകളെ പിറവുലു പോയാ റബ്ബടെ ധിക്കരിക്കണു ചൊന്നിട്ടല്ലേ അങ്ങനെ ഉണ്ടായെങ്കിൽ ഞങ്ങ തലല് തൊപ്പി വയ്ക്കുവാമാ ഞങ്ങ പള്ളിയിൽ വന്ന് നിസ്കരിക്കുവാമാ ഞങ്ങൾക്ക് റബ്ബടെ പേടിയില്ലാണ്ടല്ലേ പക്ഷേ മുപ്പാട് ആമാന് ചൊന്ന പോലെ ശൈത്താന്റെ ചതില് പെട്ടുപോയിട്ട് എത്രമാ ഹറാമകങ്ങളെ ലൈഫിലു വന്നു പോയില്ലേ പെങ്ങളെ പക്ഷേ ആ കർമ്മത്തെ എല്ലാം ഒന്ന് കൽകൊണെങ്കിൽ മരിക്കിടമുന്നോല് ഒരു തൗബ ചൊന്നിട്ട് മരിക്കണ്ടേ ഉമ്മ മരിക്കുമ്പോ പുല്ലിട മുട്ട വിളിച്ചിട്ട് ഇതരിക്കിടാവോ എന്നൊക്കൊരു തൗബ ചൊന്ന് താടി പുല്ലിടട്ട ചൊന്നിട്ടു പുള്ളി ചൊന്നതന്റെ തൗബ ചൊന്നിട്ടു മരിക്കണ്ടേ അണിങ്ങളെ മോണ്ട മുട്ട വിളിച്ചിട്ട് ഇതലപ്പോന്നൊക്കൊരു തൗബ ചൊന്നതാളാ ആ മോണ് ചൊന്നതന്റെ തൗബ ചൊന്നിട്ടൊന്നു മരിക്കണ്ടേ ശിഷ്യന്മാര് ചൊന്നതന്റെ ഉസ്താദുമാര് ചൊന്നതന്റെ തൗബ ചൊന്നിട്ടൊന്നു മരിക്കണ്ടേ ആ തൗബത്ത് ഒരു ചാൻസ് കിട്ടണ്ടേ റബ്ബേ തൗബത്ത് കൊള്ള ചാൻസ് ഇല്ലാണ്ട് നീ ഞങ്ങളെ ആരും മരിപ്പാട്ടണ്ട അല്ലാ സുബ്ഹാനല്ലാഹ് അങ്ങനെ മരിക്കണ ഔലിയാക്കന്മാരെ കെട്ടിപ്പിടിക്കണോ വിട്ടണ്ട അതല്ലേ ശൈഖ് ജിലാനി തങ്ങളെ മുഹിയുദ്ദീൻ മാലൽ കണ്ടില്ലേ എന്റെ മുരീദുകൾ തൗബയിൽ എണ്ണിയേ എന്നും മരിക്കരുത് എന്ന് കൊതിച്ചോവർ നണ്ട മുരീദുമാരിൽ ഒരാള് പോലും തൗബയില്ലാണ്ട മരിക്കുക തീറാ ശൈഖ് ജീലാനി തങ്ങളെ പേരിൽ നാലുകും ഒരു ഫാത്തിഹ ഓതറു ശൈഖ് ജീലാനി തങ്ങളെ മുരീദുമാരിൽ ഞങ്ങൾക്ക് പെടുകാവൂടു അങ്ങനെ ഞങ്ങ പെട്ടമാ ഒരു ഫാത്തിഹ ഓതുക ബാലക്കാറ SSF കാര്യകർത്തന്മാരൊട്ട ചൊല്ലട്ട ചെമ്മ ടൈം എന്തും വേണ്ടല്ല ബാലക്കാറ ഒരു ചെറിയ ടൈമു ഒരു ഫാത്തിഹ ശൈഖ് ജീലാനി തങ്ങളെ പേരിൽ അവർക്ക് ഓരോ ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരുടെ ദുആയും ബറകത്തും എത്തുമേ അങ്ങനെ ഓരോ നാളും ശൈഖ് ജീലാനി തങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയെങ്കിലാ മരിക്കുമ്പോ തൗബ ആക്കിട്ട് മരിക്കുക ചാൻസ് കിട്ടൊരു എന്നെ പീഡിച്ചവർ ഇടരുന്നേ നേരത്ത് എപ്പോഴും അവർ കൈ പിടിപ്പൻ ഞാനെന്നോവർ ആ ശൈഖ് ജീലാനി തങ്ങളെ നിങ്ങ പിടിച്ചാറാ മുഹിയുദ്ദീൻ റാത്തീബ് ഓ ഉമ്മമാരെ റബീഉൽ ആഖിർ തിങ്കൾ വരുമ്പോ പ്രത്യേകിച്ചിട്ട് ഔത്തുൽ ഓതണു അല്ലാണ്ടം എല്ലാ തിങ്കളും നല്ല മനസ്സ് കാട്ടിട്ട് എല്ലാ തിങ്ങളുക ഓർക്ക നിങ്ങൾ ഔത്തുൽ നിങ്ങമേ വെച്ചിട്ട് മുഹിയുദ്ദീൻ റാത്തീബ് ഓതല്ലേ ഉമ്മമാരെ നാലുകും മാവുല്ല കണ്ടെങ്കിൽ നാലുക തെല്ല് മാല പാടിട്ട് വാർത്തു കൊർക്ക മുഹിയുദ്ദീൻ മാല ഫുള്ളായിട്ട് തീർത്തിട്ട് ഒന്ന് നിങ്ങൾ ആഖിറ സലാമത്താവൂ ദുനിയാവ് സലാമത്താവൂ റബ്ബുടൊട്ടൊന്നു ദുആർക്കല്ലേ ഉമ്മമാരെ അങ്ങനെ നിങ്ങ മുഹിയുദ്ദീൻ റാത്തീബിടെ ആൽമാറായെങ്കിൽ മുഹിയുദ്ദീൻ മാലയുടെ ആൽമാറായെങ്കിൽ ഏത് തപ്പുക നിങ്ങ പോകുമ്പോൾ ശൈഖ് ജീലാനി തങ്ങളെ ബറക്കത്ത് കൊണ്ടു ആ തപ്പുട തൊട്ടിട്ട് അല്ലാഹു നിങ്ങളെ കാക്കിടാ എന്തേ കാരണം ശൈഖ് ജീലാനി തങ്ങൾ അല്ലാഹ് അത്ര വലിയ പവർ കൊടുത്തുല്ലേ
അതുകൊണ്ടല്ലേ അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ഇബ്നുൽ ഖാസിം റളിയല്ലാഹു അൻഹു മഹാൻ ചൊല്ലു ഞാൻ ഓർന്നാല് ശൈഖ് ജീലാനി തങ്ങളെ സദസ്സിൽ വന്നു നോക്കുമ്പോ ആ സദസ്സിൽ ശൈഖ് ജീലാനി തങ്ങളെ വാള് നടന്നുകൊണ്ടുണ്ടു. നൗഫൽ സഖാഫി കളസട വാള് എന്ത് വാള്? അതേ ടൈമിലു ശൈഖ് ജീലാനി തങ്ങളെ വാള് ആ സദസ്സിൽ ഒരു ബെടക്കായ മനുഷ്യ വന്നു വെച്ചെങ്കിൽ പോകുമ്പോ നല്ലായി പോയാ വിലായത്ര പദവി കിട്ടിപ്പോയിട്ട് അങ്ങനത്തെ പവറുള്ള വാള് എവിടെ ഉണ്ടു? പണ്ടത്തെ കാലത്തിൽ വലിയ വാള് ചൊന്നിട്ടു ഞങ്ങളെ മനസ്സ് പരിവർത്തനാക്കിയോട്ടിന്ന് ഞങ്ങളെ വലിയ വലിയ ഹിണ്ടങ്ങു ബയസ് അതേ ബയസ് യാറായിട്ട് ആഫിയത്ത് കൊറടിയായിട്ട് ഹിണ്ട് നണ്ട പോലത്തെ കൊറിയ അതേ വാളിങ്ങനെ വേണ്ടേട്ട് ചൊല്ലക മാത്രല്ലേ റബ്ബേ ഞങ്ങളെ മുന്നൂല് കൽഞ്ഞു പോയ മശായിഖന്മാരെ ബറക്കത്തുകൊള്ളു നീ ഞങ്ങളെ ഖൽബ് നല്ലാക്കി താ റഹ്മാനേ. ഈ എല്ലാ ഉപദേശവും ഞങ്ങളെ ലൈഫിൽ അളവടിക്കാക്കൂ നീ തൗഫീഖ് താ അല്ലാഹ്. ആ മഹാൻ ചൊന്തുന്നാണ് ശൈഖ് ജീലാനി തങ്ങളെ വാളറ സദസ്സിൽ പോയി നോക്കിയ ആ സദസ്സിൽ എത്ര ആൾമാരുള്ളാറ്? 10,000 ആൾമാർ വാളറ സദസ്സിലുള്ള വാർഷിക അല്ല സമ്മേളന അല്ല ഒരു വാളറ സദസ്. ആ ശൈഖ് ജീലാനി തങ്ങളെ വാളറ സദസ്സിൽ 10,000 ആൾമാരുള്ള അത് എങ്ങനത്തെ വാളറ സദസ്? ആ വാളറ സദസ് വന്നിട്ട് വാള് കേക്കടങ്ങാറ് വലിയ വലിയ ഔലിയാക്കന്മാരല്ലേ, നിസ്കരിക്കാത്തങ്ങല്ല, കുടുംബത്തങ്ങളൊട്ട സമയമില്ലാത്തങ്ങല്ല, ഉമ്മ ബാപ്പയുടെ മനസ്സ് നൊമ്പലാക്കിയവണല്ല, പെഞ്ഞയുടെ ഉപദ്രാക്കിടവണല്ല, മാപ്പിളയുടെ ഉപദ്രാക്കിടവണല്ല, അതുപോലെ മർമക്കമാരെ ഉപദ്രാക്കിടങ്ങല്ല, തങ്ങന്മാരെ പറയിടങ്ങല്ല, അലിമീങ്ങളെ പറയിടങ്ങല്ല, ഫിത്നാക്കിടങ്ങല്ല, ഫസാദാക്കിടങ്ങല്ല, ഗീബത്തും നമീമത്തും ചൊന്നിട്ട് നടക്കിടങ്ങല്ല, ആയുസ് വെറുതെ അല്ലാഹ് പൊരുത്തപ്പെടാത്തത് ചെലവാക്കിടങ്ങല്ല. വലിയ വലിയ ഔലിയാക്കന്മാര് വന്നിട്ട് വാള് കേൾക്കണ സദസ്, അങ്ങനത്തെ 10,000 ഔലിയാക്കന്മാരുള്ള സദസ്. ആ സദസ്സിൽ പോയി നോക്കുമ്പോ വലിയൊരു മഹാനാവാദര സദസ്സിലുണ്ടു. ആ മഹാന്റെ പേരെന്തോ ശൈഖ് അലി റളിയല്ലാഹു അയാള് വാദര സദസ്സിൽ എവിടെ വെച്ചിര് ശൈഖ് ജീലാനി തങ്ങളെ നേരെ മൂത്ര എതിർലു വെച്ചിര്. ഞങ്ങൊരു വാദര സദസ്സൊക്കെ വന്നെങ്കിൽ എങ്ങനെ ദയിക്കൂടോ? പെരോല് പോയിട്ട് ദയിക്കൂടോ? പിന്നെ വാളുക വന്ന ഉസ്താദ് ചൊല്ലണോ എതിർതേക്കറോ അല്ലേ? ഈ മഹാൻ അങ്ങനെയല്ല, വാള് ചൊന്നോട്ടുള്ള ഉസ്താദ് ശൈഖ് ജീലാനി തങ്ങള് നേരെ എതിർലു വെച്ചിര് ശൈഖ് അലി റളിയല്ലാഹു അൻഹു. പക്ഷേ വാള് ശൈഖ് ജീലാനി തങ്ങൾ ചൊന്നോണ്ടിരിക്കുമ്പോ സദസ്സിലുള്ള ശൈഖ് അലി റളിയല്ലാഹു അൻഹു മെല്ലെ ഒന്ന് ഉറങ്ങിപ്പോണ്ടു. അത് ഇണ്ടത്തെ ഞങ്ങളെ വാള് കേൾക്കുമ്പോ സദസ്സിൽ ഉറങ്ങട പോലെ അല്ല. ഞങ്ങളെ വാള് കേൾക്കുമ്പോ ഉറങ്ങെങ്കിലൊന്ന് കൊട്ടിട്ട് അപ്പുറത്തൗണ്ട് വന്ന് ഇപ്പുറത്തൗണ്ട് വന്നിട്ട് ചൊല്ലണ്ടേ, അല്ലെ വേറെന്തെങ്കിലും ദുനിയ അവിടെ തമാശ ചൊന്നിട്ട് ടൈം വേസ്റ്റ് ആക്കണ്ടേ. ഇതങ്ങനെ അല്ല. വാള് ചൊല്ല ശൈഖ് ജീലാനി തങ്ങളെ നേരെ കണ്ണട എതിർലു വെച്ചിട്ടുള്ള ശൈഖ് അലി റളിയല്ലാഹു അൻഹു ഇമാം യാഫഈ തങ്ങളെ മനാഖിബു ശൈഖുൽ ജീലാനി ചൊല്ല കിതാബുൽ ഈ സംഭവ കാണ്ട് എഴുതി വെച്ചത് കാണ്ട് ഈ ശൈഖ് അലി റളിയല്ലാഹു അൻഹു ഉറങ്ങണത് കാണ്ട് അപ്പ ശൈഖ് ജീലാനി ഞങ്ങ സാമാന്യമായിട്ട് വളരെ സദസ്സിൽ ഉറങ്ങണ കാണുമ്പോ ഒത്തലബ്ബാണ്ട് ചൊല്ലുല്ലേ. ശൈഖ് ജീലാനി അങ്ങനെയല്ല ചൊന്നു. ഈ മഹാൻ ഇങ്ങനെ ഉറങ്ങണത് കാണുമ്പോ ശൈഖ് ജീലാനി തങ്ങ സദസ്സിലുള്ള അങ്ങലട്ട ചൊന്തു ഉസ്കുതു ഉസ്കുതു ഉണ്ടാണ്ടതൈക്കൊറു ഒന്തിരണ്ട ഉണ്ടാണ്ടതൈക്കൊറു യസർത്താക്കിരണ്ട. ഫസക്കതു സദസ്സിലുള്ള 10,000 ബണ്ട വാള് കേക്കട ആൾമാർ മുണ്ടാണ്ടതച്ച
എങ്ങനത്തെ മൗന കാലിങ്ങനെ ശ്വാസ ദമ്മെടുക്കട ബുഡ്ര സൗണ്ട് അല്ലാണ്ട് വേറെ ഒരു ഉസ്കു ദമ്മില്ല. അത്തരം മൗനമായിട്ട് സദസ്സിങ്ങനെ വെച്ചിട്ടിക്കുമ്പോ ശൈഖ് അലി റളിയല്ലാഹു അൻഹു യസർത്തായിട്ടില്ല അപ്പോലും ഉറങ്ങിറ്. ശൈഖ് ജീലാനി തങ്ങ യന്ത്രാക്കിത്ത് കൊത്തുണ്ട സ്റ്റേജിൽ വെച്ചിട്ട് കുർസുൽ വെച്ചിട്ട് വാളു ചൊന്നോണ്ടിരിക്കുമ്പോ ഔഡ്രാദാ ഇൽഞ്ഞി ബന്ത് ഈ ഉറങ്ങിയോണ്ടുള്ള വാളര സദസ്സിൽ വെച്ചിട്ടുള്ളൂ ശൈഖ് അലി റളിയല്ലാഹു അൻഹു മുട്ട വന്നിട്ട് ശൈഖ് ജീലാനി തങ്ങ മുതഅദ്ദിബാ നല്ല അദബോടുകൂടെ നിക്കടേ. അയാൾ ഉറങ്ങിയോണ്ടേ ഉണ്ട് ഇന്നും യസർത്തായിട്ടില്ല വാളു ചൊന്നോണ്ടുള്ള ശൈഖ് ജീലാനി തങ്ങ കുർസുടെ അതാ കീഴിൽ നിന്നിട്ട് സ്റ്റേജിറ കീഴിൽ വന്നിട്ട് ശൈഖ് അലി തങ്ങളെ എതിർന്നു നിന്റെ നിക്കട് മുതഅദ്ദിബാ അതബലിങ്ങനെ നിന്നിട്ട് ഈ ഉറങ്ങിയോണ്ടുള്ള ശൈഖ് അലി തങ്ങളെ നോക്കി വെച്ചോണ്ടുണ്ടു. അവിടെ കണ്ണ് ബാരമോത്തുക പന്തുപാട്ടില്ല, ബാരമോത്തുക തപ്പാട്ടിയോട്ടില്ല. ശൈഖ് അലി റളിയല്ലാഹു അൻഹുടെ മോത്തുകെ നോക്കിയോണ്ടുണ്ടോ. നേരെ കൽഞ്ഞ പിന്നെ ശൈഖ് അലി റളിയല്ലാഹു അൻഹു യസർത്തായിത്ത് ആരും ഒന്നിട്ടല്ല യസർത്തായിത്ത് ശൈഖ് ജീലാനി തങ്ങ അവിടമേ ഉണ്ടു. ശൈഖ് അലി റളിയല്ലാഹു അൻഹുടൊട്ടിಗೆ ശൈഖ് ജീലാനി തങ്ങ പോയിട്ട് കേക്കിട് റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ നണ്ടവാദര സദസ്സിൽ വെച്ചിട്ട് നിങ്ങ നണ്ടവാല് കേട്ടോണ്ടിരിക്കുമ്പോ നിങ്ങ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവു കണ്ടാറല്ലേ. റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. ചൊല്ലൊരു ശൈഖ് അലിയേ നണ്ടവാദര സദസ്സിൽ വെച്ചിട്ട് നിങ്ങ ഈ ഉറങ്ങി എന്തിട്ട് ചൊല്ലണു നിങ്ങ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവു കണ്ടാറല്ലേ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നോവർ കൺകൊണ്ട് കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞു എതിർലു ആള് കേട്ടോട്ടുള്ള കിനാവുല് കണ്ടതുപോലും ശൈഖ് ജീലാനി തങ്ങ കണ്ടുപോണെങ്കിൽ അതര പവരെന്തര ഉമ്മ അതര ലെവൽ എവിടെ ഉമ്മ ആ സ്റ്റേജ് എവിടെ ഉമ്മ ആ ലെവൽ എവിടെ പാലക്കാരാ. കേട്ടിട്ട് നിങ്ങളെ തങ്ങളെ കണ്ടാറല്ലേ കിനാവുലു ശൈഖ് അലി റളിയല്ലാഹു അൻഹു നഅം 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 വക്കൂ ശൈഖ് ജീലാനി തങ്ങളെ നിങ്ങ വാളു ചൊന്നോണ്ടിരിക്കുമ്പോ ഞാൻ ഉറങ്ങൂ. കാരണം നണ്ട ഉറക്കില് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വന്നിട്ട് ومن أجله تأدبت അതുകൊണ്ടല്ലേ നിങ്ങ നന്റെ എതിർലു അതബലിങ്ങനെ നിക്കോ. കാരണം അതല്ലേ ശൈഖ് ജീലാനി തങ്ങ ജന്തു വെക്കൂ നിങ്ങ കിനാവുലു തങ്ങളെ കണ്ടോണ്ടുള്ളത് കൊണ്ട് നാന് നിങ്ങളെ എതിർലു പണ്ടിട്ട് അതബുലു നിണ്ടുപോയ ചൊന്നെങ്കതര അർത്ഥ എന്നോ മഹാന്മാര് ചൊന്നാറ് ശൈഖ് അലി തങ്ങ കിനാവുലു കണ്ടത് ശൈഖ് ജീലാനി തങ്ങ ഉണർവുലു കണ്ടുപോയിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യസർത്തിലെ ശൈഖ് ജീലാനി തങ്ങ കണ്ടുപോയിട്ട് എന്നിട്ട് ശൈഖ് ജീലാനി തങ്ങ ശൈഖ് അലി തങ്ങളൊട്ടിಗೆ കേട്ടിട്ട് ഫബിമ ഔസാക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നിങ്ങളൊട്ട യന്ത്ര വസിയത്താക്കിട്ട് അപ്പ ശൈഖ് അലി തങ്ങ ജന്തു ബിമുലാസമതിക നിങ്ങളെ ഗട്ടി പിടിക്കണുല നിങ്ങളെ
നിങ്ങളെ സദസ്സിൽ രച്ചിട്ടിക്കുമ്പോ തങ്ങ നണ്ട കിനാവുല് വന്നിട്ട് തങ്ങ നണ്ടട്ടെ എന്ത്ര ചൊന്ന കുന്തുണ്ട ശൈഖ് ജീലാനി തങ്ങള് ബിമുലാസമതിക നിങ്ങളെ ഗട്ടി പിടിക്കണുല നിങ്ങളോ ബുടകു തീറല സുബ്ഹാനല്ലാഹ്. ഈ സംഭവം ഉദ്ധരിച്ചിട്ട് മഹാന്മാര് ചൊന്നാറ് ഈ ഒരൊറ്റ ഇൻസിഡന്റ് കാരണം കൊണ്ടിട്ടു 7 ഔലിയാക്കന്മാർ ആ സദസ്സിൽ വഫാത്തായി പോയാറ്. ഈ ഘട്ടന അർത്ഥാക്കിട്ട് സദസ്സിലുള്ള 7 ഔലിയാക്കന്മാർ വഫാത്തായി പോയാറ്. അതിൽ കൊറിയ ഔലിയാക്കന്മാര് സദസ്സിലെ വഫാത്തായാറ്. വേറെ കൊറിയ ഔലിയാക്കന്മാർ സദസ്സ് കഴിഞ്ഞിട്ട് അങ്ങനെ ഔത്തുക പോയിട്ട് ബോധ നഷ്ടപ്പെട്ടു പോയിട്ട് ബോധ തിരിച്ചു കിട്ടാണ്ട വഫാത്തായ അങ്ങല്ലേ വലിയ മഹാന്മാർ. അതുകൊണ്ട് ആ മഹാന്മാരെ മുറുകെ പിടിച്ചിട്ട് മരിക്കുമ്പോ നല്ല ഈമാനോടുകൂടെ മരിക്കണു. അത് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഇത് നാന് നണ്ടട്ടും നിങ്ങളൊട്ടും ചൊന്നിട്ടു നന്റെ വാള് നിപ്പാട്ടട്ട റബ്ബേ. ഈ സദസ് നീ ഞങ്ങൾക്ക് ആർക്കും ഖായിബാക്കണ്ട റഹ്മാനേ. ഞങ്ങൾക്ക് ആഖിറ കിട്ടകൂ ഈ സദസ് കാരണ ആക്കിത്താ അല്ലാഹ്. എല്ലാവരും അവിടെ ദീക്കറ നമുക്കൊരു ചെറിയ ദുആ ദ്വാർന്നിട്ട് പോവാ. ബക്കറ്റ് പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് വന്നു. അപ്പൊ നല്ല സംഭാവന എല്ലാ ഉമ്മമാര് കമ്പൗണ്ടെല്ലാം ഉദ്ഘാടനാക്കിട്ടായിട്ട് പിന്നെ ഉദ്ഘാടനായി പിന്നെ പാടെന്ത്ര കളക്ഷൻ കട ഉണ്ടല്ലേ. ഉമ്മമാരെ ഭാഗത്ത് ബക്കറ്റ് പോയി റഫീഖ് സഖാഫി. അപ്പൊ ഉമ്മമാരുടെ ഭാഗത്ത് ബക്കറ്റ് വന്ന അല്ലാഹു തആല എല്ലാ ഉമ്മമാർക്കും ബർക്കത്ത് കൊടുക്കട്ടെ. നല്ല നിയ്യത്തിൽ സംഭാവന. അങ്ങനെ സ്റ്റേജ് മാഷാ അല്ലാഹ് എല്ലാ ആലിമീങ്ങൾ നിറഞ്ഞിട്ടുള്ള സ്റ്റേജ്.